സ്തോത്രം, 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 സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ടി എം കോശി അവറുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലത്തെയും രാത്രിയിലത്തെയും ദൈവജന ശുശ്രൂഷയ്ക്കായി ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് കടന്നുവന്ന് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ കലേഷ് സ്വാമൻ അവറുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യരായ എല്ലാ വാത്സല്യ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്ക് എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള എല്ലാവരുടെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ പകൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ സ്തുതിപ്പാൻ ഈ പകൽ കർത്താവ് ഒരുക്കിയ എല്ലാ അവസരങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. ഹല്ലേലൂയ. ആഗ്രഹത്തോടെ കർത്താവേ, ഇന്ന് പകലത്തെ വചന ശുശ്രൂഷ എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ അയക്കണം, എൻ്റെ കുടുംബത്തിന് ഒരു വിടുതലാകണം, എൻ്റെ തലമുറകൾക്ക് ഒരു വിടുതലാകണം. ആ ചലിക്കാതെ കിടക്കുന്ന ചില വാക്തത്വ വിഷയങ്ങളുമേ ഈ പകലൊരു ചലനമുണ്ടാകണം. അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാമോ? അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ചലിക്കാതെ കിടക്കുന്ന ചിലതിനെ ചലിപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ മേൽ പകരാൻ ഇടയായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെയാണ് പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഈ വചനം ഒരിക്കലും വെറുതെ മടങ്ങി വരികയില്ല. അത് അയച്ചവന്റെ പ്രവൃത്തി തികച്ച് അത് മടങ്ങി വരുമെങ്കിൽ ഇന്ന് പകൽ ആ വചനത്തിന് മുൻപിൽ നമുക്കായിരിക്കാം. ഈ പകലത്തെയും രാത്രിയിലെത്തിയും ദൈവജന ശുശ്രൂഷയ്ക്കായി ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കലേഷ് സ്വാമൻ അവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ പൈറ്റുവിള ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്നു. ദൈവസഭയ്ക്ക് കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അനേക തവണ ഇവിടെ കടന്നു വന്ന് ശുശ്രൂഷിപ്പാൻ കർത്താവിന്റെ ദാസന് അവസരം ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ PMG സഭയുടെ വിവിധ സഭകളിൽ കടന്നു വന്ന് ശുശ്രൂഷിക്കുന്ന ഒരു കർത്തദാസനാണ്. തുറന്നുള്ള സഭയും വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുറന്നുള്ള ദൈവജന ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 17-18 വാക്യങ്ങൾ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ. എല്ലാ കണ്ണുകളും അടയ്ക്കാൻ വരുന്ന വിഷയം, എല്ലാ വായുകളും തുറന്ന് അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രഥമ പകലിൽ നാം ദൈവസന്നിധിയിലായിരിക്കുന്നു. നമുക്ക് ഏറ്റവും വിശ്വാസമുള്ളവനും നമുക്ക് ഏറ്റവും പ്രത്യാശയുള്ളവനുമാകുന്ന കർത്താവിന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. നമ്മുടെ വിഷയങ്ങൾ മറ്റാരെക്കാളും വളരെ വ്യക്തമായി അറിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ചു. ഇതുവരെ നാം ആരാധിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു. നന്നായി നാം ആരാധിച്ചു, നന്നായി പ്രാർത്ഥിച്ചു, വളരെ ആത്മാർത്ഥമായി നമ്മുടെ വിഷയങ്ങളെ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. എന്നിരുന്നാലും നമ്മുടെ ആരാധന അവസാനിക്കുന്നില്ല, നമ്മുടെ പ്രാർത്ഥന അവസാനിക്കുന്നില്ല. എത്രമാത്രം ദൈവത്തോട് സംസാരിച്ചാലും നമുക്ക് കൊതി തീരുകയില്ല, എത്ര ആരാധിച്ചാലും നമുക്ക് മതിയാകയില്ലല്ലോ. അതുകൊണ്ട് എല്ലാ അധരങ്ങളും അല്പസമയം കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. വായ്കളെ തുറന്ന് വന്നിട്ട് ഇതുവരെയും ഒരു സ്തോത്രം പോലും പറയാതിരുന്നാൽ അതെങ്ങനെ ഒരു യാഗമായി മാറും. നമ്മളിവിടെ വന്നത് കാഴ്ചക്കാരായിരിക്കാനല്ല. അധരം ദൈവസന്നിധിയിൽ തുറന്നുകൊണ്ട് അല്പസമയം അധര ഫലമെന്ന സ്തോത്രയാഗം ദൈവത്തിന് അർപ്പിക്കാം. Let us give thanks, O Lord Almighty. He is worthy to be praised. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ അല്പസമയം നമുക്ക് അധരങ്ങളെ ചലിപ്പിച്ച് സ്തോത്രം ചെയ്ത് നമ്മുടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേവൻ നരകമതിൽ. എത്ര പേർക്ക് പാടാൻ കഴിയും? നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നത് ഒരു യാദൃച്ഛികതയല്ല. പിതാവ് നമ്മെ ആകർഷിച്ചത് കൊണ്ട്, അവിടെ നമ്മെ താണു പോകാതെ, തകർന്നു പോകാതെ അവിടുത്തെ പൊൻകരത്താൽ വിടുവിച്ചത് കൊണ്ടാണ്, അവിടെ നമ്മെ രക്ഷിച്ചത് കൊണ്ടാണ് ഇന്ന് പകൽ ഈ മഹത്വമുള്ള പദവിയിലായിരിക്കാനിടയായത്. എന്നാൽ നമുക്കൊരു പിൽക്കാലം ഉണ്ടായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കാമോ? നാം ആരും ഒരു ദിവസം കൊണ്ട് ഇവിടെ വന്നവരല്ല. ഈ ആലയം നാം ആഗ്രഹിച്ചതല്ല. ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തെ വിട്ടോടിയവരാണ് നാം. എന്നാൽ അവിടെ തകർന്നു പോകാൻ ഇടയാകാതെ നമ്മെ സ്നേഹിച്ച ദൈവത്തെ, ആ സ്നേഹ
സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഹൃദയംഗമായി ഒന്ന് പാടാമോ? അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. തന്നു നിൻ കൃപാദാനമിന്നും ജീവിച്ചിടുവാൻ, തന്നു നിൻ കൃപാദാനമിന്നും ജീവിച്ചിടുവാൻ. നിന്നാത്മശക്തിയാലെ നിത്യം നടത്തേണമേ, നിന്നാത്മശക്തിയാലെ നിത്യം നടത്തേണമേ. ലോകത്തിൽ മോഹങ്ങൾ കണ്ടു വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ടു വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയമായിരിക്കുന്ന അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു. ഞങ്ങൾ ഹൃദയം തകർന്നവരായി, ആശയറ്റവരായി, ഭാരപ്പെടുന്നവരായി തിരുസന്നിധിയിൽ വരുന്നല്ലോ. എന്നാൽ ഇന്ന് സകലത്തെയും നിറയ്ക്കുന്നവന്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറച്ചനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ആകുലതകൾ മാറിപ്പോകട്ടെ, ഞങ്ങളുടെ സങ്കടങ്ങൾ ദൂരെ പോകട്ടെ, ഞങ്ങളുടെ പ്രതികൂലങ്ങൾ ഞങ്ങളെ വിട്ട് അകന്നു പോകട്ടെ. അവിടുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനായി, സഹായിക്കുന്നതിനായി, മാറോട് അണയ്ക്കുന്നതിനായി, നിറയ്ക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വചനത്താൽ ഞങ്ങളെ പരിപോഷിപ്പിക്കണം. ഇന്നലെ പ്രസംഗിച്ച പരിചയം കൊണ്ടല്ല, ഇന്ന് പുതിയ നന്മ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ. കരവും ശബ്ദം ഉയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എൻ്റെ പാട്ട് കേട്ടിട്ടാണ് തോന്നുന്നു നിങ്ങളെല്ലാം ഇങ്ങനെ ഒരു വല്ലാണ്ടിരിക്കുന്നു. ഞാൻ ഒരു വലിയ പാട്ടുകാരനൊന്നുമല്ല, പക്ഷെ ഹൃദയത്തിൽ നിന്ന് വന്ന ഒന്ന് രണ്ട് വരികൾ അങ്ങ് പാടിയെന്നേ ഉള്ളൂ. പാടിയെന്ന് പറയാൻ പറ്റത്തില്ല, ഇതൊരു ശീലമായി പോയി. ഈ പണ്ടത്തെ ഈ കണ്ടക്ടർമാരെന്നും അറിയാമല്ലോ, പണ്ടത്തെ ബസ്സുകൾ. ഇപ്പോഴത്തെ കണ്ടക്ടർമാർക്ക് അത്ര പണിയില്ല, പക്ഷെ പണ്ടത്തെ കണ്ടക്ടർമാർ കണ്ടിട്ടുണ്ടോ? അവരിങ്ങനെ ബസ്സിൽ കയറി ഇന്ന് ടിക്കറ്റ് എഴുതി തരുന്നൊക്കെ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇവര് റിട്ടയർ ആയി കഴിഞ്ഞാലും അവർക്ക് എന്തെങ്കിലും എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? ഒന്ന് കുലുങ്ങണം. കാരണം വണ്ടിയിൽ നിന്ന് ഇങ്ങനെ കുലുങ്ങി എഴുതിയത് കൊണ്ട് റിട്ടയർ ആയി വന്നാലും അവർക്ക് എഴുത്ത് വരണമെങ്കിൽ ആരെങ്കിലും പിടിച്ച് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ പോലെ ഈ പണ്ടൊക്കെ ഇങ്ങനെ സുവിശേഷത്തിനെതിരെയൊക്കെ പ്രസംഗിക്കപ്പെടുക പാട്ടൊക്കെ എഴുതി ഉണ്ടാക്കി ഈയൊക്കെ പ്രസംഗിക്കുക. സ്തോത്രം. എന്നാൽ സുവിശേഷകനായപ്പോൾ ആ ഒരു ശീലമാണ്. അതുകൊണ്ട് പാടാനുള്ള സ്വരവും സംഗതിയും കഴിവും എന്നുള്ളത് കൊണ്ടൊന്നുമല്ല, ഹൃദയത്തിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഓർക്കാറുണ്ട്, ദൈവമേ നീ എന്നെ വിടുവിച്ച വിടുതൽ എത്ര വലുതാ. അത് ഓർക്കുമ്പോൾ സ്ഥലമോ കാലമോ സമയമോ ഒന്നും നോക്കാതെ അങ്ങ് പാടിപ്പോകുന്നതാ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹീതമായ ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രഥമ പകലിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ സർവകൃപാലുവാകുന്ന ദൈവം ഒരുക്കിയ വിലപ്പെട്ട സാവകാശത്തിനായി സ്തോത്രം. ക്രിസ്തുവിൽ ഞാൻ വളരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടി. കോശി അവർകൾ, അതുപോലെ ക്രിസ്തുവിൽ നമ്മളെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന സ്നേഹിതനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോമോൻ അവർകൾ, ആമേൻ, ജോബിൻ അവർകൾ, അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പേരുകളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ മനസ്സിൽ നിൽക്കത്തില്ല. സ്തോത്രം. പ്രത്യേകിച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട പെന്തക്കോസ്റ്റൽ മാറാനാഥ ഗോസ്പൽ ചർച്ചിന്റെ ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയിൽ കടന്നു വരുവാൻ ഈ അവസരം നൽകിയതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. വർഷങ്ങളായുള്ള ഒരു ബന്ധം ഈ PMG ചർച്ചുകളുമായിട്ട് എനിക്കുണ്ട്. അതിൻ്റെ ആധാരമായിരിക്കുന്നത് ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ സഭയിൽ ദൈവജന ശുശ്രൂഷിപ്പാൻ ഈ അവസരം നൽകി. അതിനോടനുബന്ധിച്ച് ഈ തിരുവനന്തപുരം ജില്ലയിലുള്ള ഒട്ടുമിക്ക ചർച്ചകളും PMGയുടെ മിക്കവാറും ചർച്ചകളൊക്കെ കടന്നുപോയി കർത്താവിൻ്റെ സാക്ഷിയാകുവാൻ ഈ അവസരം നൽകി. അതിൻ്റെ മുഖാന്തരമായി തരുന്നത് ഈ സഭയിലെ ശുശ്രൂഷയാണ് എന്ന് പറയുന്നത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം കർത്താവദാസൻ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് വലിയ
സന്തോഷം തോന്നി. സ്തോത്രം. വീണ്ടും ഇവിടെ കടന്നു വരുവാനും ശുശ്രൂഷിപ്പാനും ഒരവസരം നൽകുവാൻ കർത്തദാസൻ എന്നെ ഓർത്തത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ജോബിദാസറെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. മനോഹരമായ രീതിയിൽ ഈ ആരാധനയ്ക്ക് നേതൃത്വം നൽകുവാൻ കർത്തദാസനെ ദൈവം ശക്തീകരിക്കുന്നു. ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹം ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ ചാർജ് എടുക്കുവാനിടയായി കേൾക്കുവാനിടയായി. ഓക്കെ, ദൈവം സഹായിക്കട്ടെ. പ്രിയ കർത്തദാസന്മാരുടെ ശുശ്രൂഷ ഈ സഭയ്ക്ക് കഴിഞ്ഞ നാളുകളെക്കാൾ വളരെ അനുഗ്രഹമായി ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്തെടുക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം ഇന്ന് ഇവിടെ നിൽപ്പാൻ ദൈവം എനിക്ക് തന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകിച്ച് നന്ദി. ആമേൻ. ഒരു ദിവസങ്ങളിൽ നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ചില നാളുകൾ ശാരീരികമായിട്ട് വളരെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും അതിന്റെ നടുവിലും ദൈവത്തിന്റെ കൃപ അധികമായി എൻ്റെ മേൽ അനുഭവിപ്പാൻ ദൈവം ഇടയാക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദാസന്മാര് ഓർപ്പിച്ചതുപോലെ അമ്മ എൻ്റെ പേര് പാസ്റ്റർ കലേഷ് സോമൻ എന്നാണ്. ആമേൻ. എൻ്റെ അനുഭവ സാക്ഷ്യം ഞാൻ സഭയിൽ മുൻപ് പങ്കിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അതിലേക്ക് മുതിരുന്നില്ല. ഞാനിപ്പോൾ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ലോക്കൽ സഭയാകുന്ന പൈറ്റുവിള ഹെബ്രോൺ ചർച്ചിൽ കഴിഞ്ഞ 14 വർഷമായി കർത്താവിൻ്റെ ശുശ്രൂഷ തുടർമാനമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ മാസം ഞങ്ങളുടെ സഭയുടെ 50 വർഷം പൂർത്തീകരിപ്പാനിടയായി അനുഗ്രഹിക്കപ്പെട്ട ഗോൾഡൻ ജൂബിലി നടക്കുവാനായിട്ടിടയായി. ആ സമയത്ത് എൻ്റെ ശുശ്രൂഷയുടെ 25 വർഷങ്ങൾ ഞാനത് പറയുമ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഓർക്കുവാനായിട്ടുണ്ട്. ഒരുപാട് ചിന്തകൾ എൻ്റെ മനസ്സിൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടിരിക്കുന്നു. കൃപയാൽ കഴിഞ്ഞ 25 വർഷം കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ നിൽപ്പാൻ ദൈവമലയുടെ ജീവിതത്തിൽ ഭാഗ്യം നൽകി. എന്നെക്കാൾ സീനിയർ ആയിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ എൻ്റെ മുൻപിലുണ്ട്. എങ്കിലും എൻ്റെ 25 വർഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ സമയങ്ങളായിരുന്നു എന്ന് എടുത്തു പറയുന്ന സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ 1998 കർത്താവിൻ്റെ വചനം പഠിക്കുവാൻ കുമ്പനാട് ഇന്ത്യ ബൈബിൾ കോളേജിലേക്ക് കടന്നുപോയി. അവിടെ ദൈവവചനം പഠിക്കുമ്പോൾ ഇന്ന് നിങ്ങൾ എന്നെ കാണുന്ന പോലെയല്ല, ഒരു 39 കിലോ വെയിറ്റുള്ള ഒരു സ്ഥൂലിച്ച മനുഷ്യൻ. കണ്ടാൽ പാസ്റ്ററാണെന്നൊന്നും അങ്ങനെ തോന്നത്തില്ല. കാരണം സാധാരണ പാസ്റ്റർമാരെന്ന് പറയുമ്പോൾ ഒരല്പം ഇപ്പം കാണുന്ന പോലെ ഒരു ചെറിയ വയറൊക്കെ ഉണ്ടെങ്കിലേ പാസ്റ്റർ എന്ന് ആൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അന്ന് വളരെ സ്ഥൂലിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. ഒരു കാറ്റടിച്ചാൽ മറിഞ്ഞു വീഴുന്ന അത്രയും ആരോഗ്യമുണ്ട്. വലിയ സൗന്ദര്യമൊന്നുമില്ല, വലിയ ആരോഗ്യമൊന്നുമില്ല, പിന്നെ വലിയ പാരമ്പര്യമൊന്നുമില്ല. കാരണം ബൈബിളിൽ എത്ര പുസ്തകം ഉണ്ടെന്ന് പോലും അന്ന് കൃത്യമായിട്ട് 66 പുസ്തകം ഉണ്ടെന്നറിയാം. അതിന്റെ പുസ്തക ക്രമം പോലും ഞാൻ പഠിക്കുന്നത് ബൈബിൾ കോളേജിൽ കടന്നു ചെന്നതിന് ശേഷം. ബൈബിളിൽ വലിയ പരിജ്ഞാനമില്ല, വലിയ വാക്ചാതുര്യമൊന്നുമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. സ്തോത്രം. അപ്പം ഈ നമ്മുടെ ശുശ്രൂഷയുടെ ആരംഭത്തിലൊക്കെ നമ്മളെ കുറിച്ചുള്ള ദൈവ പദ്ധതി അറിയാനുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടാകും. ഞാൻ കുമ്പനാട് പഠിക്കാനായിട്ട് പോയ ആദ്യത്തെ വർഷം ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, നമുക്കൊരു സ്ഥലം വരെ പോകാം, അവിടെ 2 പ്രവാചകിമാരുണ്ട്, അവരെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്നപ്പോൾ ഞങ്ങളുടെ ഒരു ലെക്ചർ ടൈമിലാണ്, വൈകിട്ടൊരു 4 മണി മുതൽ ഒരു 6 മണി വരെയുള്ള സമയം, ഒരല്പം ഞങ്ങൾക്ക് ഗ്യാപ്പുണ്ട്. അപ്പോൾ ആ സമയത്താണ് പോകുന്നത്. അപ്പൊ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ആ വീട്ടിൽ നല്ല ക്യൂ ആണ്. ഒരു വീട്ടിൽ 2 ആന്റിമാരാണ്, അവരാണ് ഈ പ്രവചനമൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഡോക്ടറെ കൺസൾട്ടേഷന് വേണ്ടി ടോക്കൺ എടുത്ത് കാത്തിരിക്കുന്ന പോലെ ഇരിക്കുന്നു. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ ബൈബിൾ കോളേജ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് സ്പെഷ്യൽ പ്രയോറിറ്റി ഉണ്ട്. അപ്പം എനിക്ക് മുമ്പേ എന്നെ കൊണ്ടുവന്ന ദേവദാസൻ കയറി ചെന്നു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തോട് ആലോചന പറയുമ്പോൾ അതിൽ ഒരു സഹോദരി ഇങ്ങനെ വെളിയിൽ അടുത്ത റോയിൽ ഇരിക്കുന്ന എന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കും. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഈ പാട്ട് വന്നു. ഞാൻ പറഞ്ഞില്ലേ, പാട്ട് പാടാൻ കഴിവില്ലെങ്കിൽ ചില പാട്ടുകൾ ചിലപ്പം വരുമ്പോൾ ഞാനിങ്ങനെ ഉറച്ചു പാടിയില്ലെങ്കിലും മനസ്സിലിങ്ങനെ പാടിക്കൊണ്ട് ഞാൻ ഇരുന്ന കസേരയിൽ ഇങ്ങനെ താളം തട്ടും. ഇങ്ങനെ 2 കൈ കൊണ്ട് താളം തട്ടുന്നത് അവിടെ ഇരുന്ന ഒരു പ്രവാചക ഇങ്ങനെ എന്നെ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് എന്നെ കൊണ്ടുപോയ ആളോട് ചോദിച്ചു, ബൈബിൾ കോളേജ് പഠിക്കുന്ന ആളാണോ, സുവിശേഷ വേലയ്ക്ക് വിളിയുള്ള ആളാണോ എന്നൊക്കെ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നല്ല അനുഭവ സാക്ഷിയൊക്കെ ഉള്ളൊരു സഹോദരനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ റോ വന്നു, ഞാൻ ചെന്നിരുന്നു. അവര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്നെ സൂക്ഷിച്ചു നോക്കിയ സഹോദരി പറഞ്ഞു,
ഈ സുവിശേഷ വേല എന്ന് പറഞ്ഞത് ഈ പാസ ശുശ്രൂഷ മാത്രമല്ല. ഞാൻ പറഞ്ഞ എനിക്കറിയില്ല, ഇങ്ങനെ പല ശുശ്രൂഷകളുണ്ടെന്നറിയാം. അപ്പം ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്കുള്ള വിളി എന്താന്ന് അറിഞ്ഞിട്ടുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഇങ്ങനെ എന്നെ ദൈവം വിളിച്ചു സുവിശേഷ വേലയ്ക്കെന്നും പറഞ്ഞ് കർത്താവ് എന്നെ വിളിച്ചു. ഒരു കൊച്ചു കുഞ്ഞിൽ കൂടെയുള്ള പ്രവചന ശുശ്രൂഷ, പ്രവചന വാക്ക് ഞാൻ കേട്ടു. കാരണം എൻ്റെ ജീവിതത്തിൽ ആർക്കും അറിയാത്ത, എൻ്റെ അപ്പനും അമ്മയ്ക്കും അറിയാത്ത, എൻ്റെ സഹോദരങ്ങൾക്കറിയാത്ത, എൻ്റെ ജീവിതത്തിലെ ചില രഹസ്യ സാഹചര്യങ്ങളെ പോലും ഒരു കുഞ്ഞിൽ കൂടെ പ്രവചനാത്മാവിൽ എന്നോട് സംസാരിച്ചിട്ട് അതിൻ്റെ കൺക്ലൂഷൻ എന്ന പോലെ എന്നോട് കുഞ്ഞിലൂടെ പരിശുദ്ധാത്മാ പറഞ്ഞു, നിന്നെ എൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ വിളിച്ചിരിക്കുക. അപ്പൊ ഇതാണ് എനിക്ക് ആകെ കൈമുതലായുള്ള കുഞ്ഞു പറഞ്ഞ ദൂത്. അതിനൊരു കാരണമുണ്ട്. ഞാൻ ആദ്യം കേട്ടത് എൻ്റെ ജീവിതത്തിലെ രഹസ്യങ്ങൾ, ദൈവമില്ല എന്ന് പഠിച്ചും പഠിപ്പിച്ചും കൊണ്ട് നടന്ന എൻ്റെ ജീവിതത്തിൽ ദൈവമുണ്ടെന്ന് എനിക്ക് ബോധ്യം വരുത്തിയത് എൻ്റെ ജീവിതത്തിന്റെ ആർക്കും അറിയാത്ത രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവ് ഒരു കുഞ്ഞിൽ കൂടെ വെളിപ്പെടുത്തിയപ്പോഴാണ്. ആര് സ്വത്രം ഒന്നും പറഞ്ഞു. നമ്മുടെ സഭയ്ക്കകത്തും തലമുറകൾ പ്രവചിക്കാൻ പോകുന്ന നാളുകളാണ്. വിശ്വസിക്കാൻ തയ്യാറാണോ? വിശ്വസിക്കാൻ തയ്യാറാണോ? നമ്മുടെ കുഞ്ഞുങ്ങൾ ദർശനങ്ങളെ കാണാൻ പോകുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വെളിപ്പാടുകളെ കാണാൻ പോകുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മനിറവിൽ പ്രവചിക്കാൻ പോകുകയാണ്. ദൈവസഭയുടെ വളർച്ച ഇനി ഈ തലമുറയുടെ കയ്യിലാണ്. കാരണം പിശാച് ടാർഗറ്റ് ചെയ്യുന്നത് തലമുറകളാണെങ്കിൽ ദൈവം അഭിഷേകം ചെയ്യാൻ പോകുന്ന തലമുറകളെയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. നമ്മളൊക്കെ ഈ മുട്ടമ്മയിൽ നിന്ന് കരയ, കർത്താവേ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, അത് കഴിഞ്ഞ് കമ്പെടുത്തു, സ്വത്രം, എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് കുഞ്ഞുങ്ങളെ നന്നാക്കാൻ നോക്കുക. ഇന്ന് പകൽ ഒരു പ്രവചന ദൂത് ഞാൻ തുടക്കത്തിലേ പറയാ. തലമുറകളെ ഓർത്ത് കരയുന്നവരുണ്ടെങ്കിൽ, നിങ്ങളുടെ വാക്കിനും നിങ്ങളുടെ കരച്ചിലിനും മാറ്റം വരുത്താത്ത തലമുറകളുടെ വൈകൃതമായ സ്വഭാവങ്ങളെ മാറ്റം വരുത്താൻ പരിശുദ്ധാത്മാവ് തലമുറകളുടെ മേൽ വ്യാപരിക്കപ്പെടാൻ പോകുകയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിയ ചോദിച്ച ചോദ്യം ഇതെങ്ങനെ സംഭവിക്കും? സ്വത്രം പറഞ്ഞാട്ട് ഒരുപറ്റം സഹോദരിമാർ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളിൽ അവർ പോകുന്ന പോക്കിൽ അവർ ചോദിച്ച ചോദ്യമുണ്ട്, ആരിത് മാറ്റും? മറിയ ചോദിച്ചു ഹൗ. സ്വത്രം. കല്ലറക്കിലേക്ക് പോയ സഹോദരിമാർ ചോദിച്ചു ഹൗ, എങ്ങനെ, ആര്? സ്വത്രം പറഞ്ഞാട്ടെ. ഹലോ, എല്ലാവരും ഇവിടെ ഉണ്ടോ? സ്വത്രം. ഹൗ എന്ന വാക്കൊന്ന് സ്പെൽ ചെയ്യാമോ? Can you spell it? H-O-W. How. Can you spell who? W-H-O. രണ്ടിനകത്ത് എന്തുണ്ട്? സെയിം അക്ഷരം തന്നെ അല്ലേ? ഹൗ, ഹു. പറഞ്ഞേ, ഹൗ, ഹു. സ്വത്രം. ഇനി ഞാൻ അതിനെ ആ മൂന്നക്ഷരത്തെ ഇങ്ങനെ ഒന്ന് പറയാം. WOH എന്ന് പറഞ്ഞേ. Can you spell it? WOH ഒന്ന് പറയാമോ? പറഞ്ഞാട്ടെ. ഹൗ എന്നും ഹൂ എന്നും മനുഷ്യൻ ചോദിക്കുമ്പോ അതേ വാക്കുകൾ വെച്ച്, അതേ അക്ഷരം വെച്ച് ദൈവം നമുക്ക് തരുന്ന വിടുതൽ എന്താണെന്നറിയാമോ? നമ്മുടെ ചിന്തയ്ക്കപ്പുറം. ഒരു ചോർന്ന് സ്വത്രം പറയാമോ? ആമേ. ആര് കല്ലുരുട്ടി മാറ്റും? സ്വത്രം പറഞ്ഞാട്ടെ. ആര് കല്ലുരുട്ടി മാറ്റും? മറിയ ചോദിച്ചു എങ്ങനെ സംഭവിക്കും? രണ്ടിനും മറുപടി പരിശുദ്ധാത്മാവാണ്. തലമുറകളെ കുറിച്ചുള്ള നിങ്ങളുടെ ചോദ്യത്തിന്റെ മറുപടി ഈ ശുശ്രൂഷയുടെ പ്രഥമ പകലിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ തലമുറയുടെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ കുഞ്ഞിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ ഭർത്താവിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ ഭാര്യയുടെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ മാതാപിതാക്കളുടെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ എതിരിയുടെ മേൽ വരും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ മനുഷ്യനെ മാറ്റാൻ കഴിയാത്തതിന് പരിശുദ്ധാത്മാവ് മാറ്റിക്കൊള്ളും. ഓ റബ്ബന ശംഭന രബസിയം. ഹല്ലേലൂയ. ആനെ ആ സഹോദരി എന്നോടൊരു കാര്യം പറഞ്ഞു, മോനെ ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും നിനക്കൊരു സഭാ ശുശ്രൂഷയുടെ വിളിയില്ല. സ്വത്രം.
ഒരു സഭ നടത്താനുള്ള വിളിയൊന്നും നിനക്ക് ഇല്ല. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, നിനക്ക് ഈ തബല കൊട്ടാനുള്ള വിളിയാണ്. എന്തോന്നാ? അല്ലേലു പറഞ്ഞാട്ട് അന്നൊക്കെ ഏത് പ്രവാചകനും പ്രവാചകയും പറയുന്നിടത്തോട്ട് തിരിയുന്നൊരു സമയമാണ്. ഒരാൾ തെക്കോട്ട് പോകാൻ പറഞ്ഞാൽ തെക്കോട്ട് പോകാൻ, അടുത്ത ആളൊന്ന് വടക്കോട്ട് പോകാൻ പറഞ്ഞാൽ തെക്കൊന്ന് വടക്കോട്ട് പോകാൻ തയ്യാറായി ബില്ലിങ്. അങ്ങനല്ലേ നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ട സമയം എന്ന് ഓർത്ത് നോക്കിയേ. ആമേ, നീ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കുമെന്ന് പറഞ്ഞിരിക്കുക അല്ലേ? ഞാൻ അതങ്ങനെ കേട്ടിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഞാനിന്ന് തബല കൊട്ടി ഊപ്പാട് വന്നേനെ. എൻ്റെ വിളി അതല്ല, എന്നെ വിളിച്ചത് കർത്താവിൻ്റെ വേലയ്ക്ക്. സ്തോത്രം പറഞ്ഞാട്ടെ. നിങ്ങളോട് ഞാൻ പറയാമോ, ഞാൻ അമ്മ രക്ഷിക്കപ്പെട്ട സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ വലിയ പ്രതികൂലമായി. എൻ്റെ തലയ്ക്ക് വില പറഞ്ഞു. എൻ്റെ വീട്ടിൽ എനിക്ക് താമസിക്കാൻ കഴിയും. എൻ്റെ അപ്പനും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടംപോലെ ഊമക്കത്തുകൾ വന്നു. നാട്ടുകാരെല്ലാം പ്രതികൂലമായി. ഒരു നോമിനൽ ക്രിസ്ത്യാനി പോലും ഇല്ലാത്ത ദേശത്ത് ഞങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി തീരുമാനമായി. എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം ഞങ്ങളുടെ അപ്പനും അമ്മയ്ക്ക് 3 ആൺമക്കളായിരുന്നു. സ്തോത്രം. മൂത്ത ജ്യേഷ്ഠൻ അദ്ദേഹം നല്ല പ്രായത്തിലെ വീട് വിട്ടുപോയി. അനുജൻ ബുദ്ധിമാന്യമുള്ളൊരു കുഞ്ഞ്. അമ്മയ്ക്ക് ആകെ പ്രതീക്ഷയുള്ളത് ഞാനാണ്. എന്നെ കൊല്ലുമെന്ന് കേട്ടപ്പോൾ എൻ്റെ അടുത്ത് ആ വാക്ക് നേരിട്ട് പറഞ്ഞില്ല, കൊല്ലുമെന്ന് പറഞ്ഞാൽ. കാരണം ഞാൻ സൺഡേ സ്കൂള്, ഞാൻ രക്ഷിക്കപ്പെട്ട സീനിയർ ക്ലാസ്സിൽ സൺഡേ സ്കൂളിൽ ആദ്യമായിട്ട് വന്നു. ഞാൻ 1ാം ക്ലാസ് മുതലൊന്നും സൺഡേ സ്കൂൾ പഠിക്കാൻ പറ്റിയില്ല. എന്നെ സീനിയർ ക്ലാസ്സിലായിരുത്തിയത്. സീനിയർ ക്ലാസ്സിൽ സൺഡേ സ്കൂൾ പഠിച്ചപ്പോൾ ആദ്യം പഠിച്ച വാക്ക് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, ആ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് എന്നത്രേ. അപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ സഭയിലെ പാസ്റ്റർ ഇങ്ങനെ ക്ലാസ് എടുത്തു. സ്വർഗത്തിൽ പോകുന്ന എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, സ്വർഗത്തിൽ ഡയറക്റ്റ് പോകാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ സ്വർഗത്തിൽ പോകാൻ പറ്റിയ മാർഗം രക്തസാക്ഷിയാകുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, അവിടെ ഒരു ഇമിഗ്രേഷനും ഇല്ല, ഒന്നുമില്ല, നേരെ അങ്ങ് കയറിപ്പോകാം, ഒരു തടസ്സവും ഇല്ല, രക്തസാക്ഷിയായ നേരിട്ട് സ്വർഗത്തിൽ പോകാം. അപ്പൊ ഞാനിങ്ങനെ കാത്തിരിക്കുക, രക്തസാക്ഷിയാണ്. ഞാൻ എൻ്റെ സഭയിൽ എണീറ്റിട്ട് അന്ന് സാക്ഷ്യം പറഞ്ഞു, എനിക്ക് കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകാനായി ഇഷ്ടവും. എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു. സ്തോത്രം. അതുകൊണ്ട് എനിക്കെതിരെ ഭീഷണി വന്നപ്പോൾ, എൻ്റെ വീട്ടിൽ ഊമക്കത്ത് വന്നപ്പോൾ അത് എന്നെ കാണിച്ചില്ല. പക്ഷെ എൻ്റെ അമ്മ ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്തു. എൻ്റെ അമ്മ എന്ത് ചെയ്തു, എന്നോട് പറഞ്ഞു, മോനെ ഇന്നടുത്ത് ഉപവാസം നടക്കും. എനിക്ക് ഉപവാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഉപവാസം നടക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി. അപ്പോൾ എൻ്റെ അമ്മയുടെ അടുത്ത ചിന്ത എന്താ പറയുക, ആ ഉപവാസം കഴിയുമ്പോൾ അടുത്ത ഉപവാസം എവിടെ നടക്കുന്നുണ്ട്. സ്തോത്രം. അമ്മ ഇങ്ങനെ ഓടി നടന്ന് ഒത്തിരി പാസ്റ്റർമാരെയൊക്കെ വിളിച്ച്, നിങ്ങളുടെ സഭയിൽ ഉപവാസം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പം പറയും ഉപവാസം ഉണ്ട്. എന്നാ പിന്നെ അത് എന്നു മുതലാ. അങ്ങനെ അമ്മ ഒരു പേനയും പേപ്പറും എടുത്തിട്ട് ഡേറ്റ് എഴുതിയിടും. ഞങ്ങളൊക്കെ ഉപദേശിമാര് പ്രോഗ്രാം എഴുതിയിടുന്ന പോലെ എൻ്റെ അമ്മ അവിടെ നിന്ന് ഡേറ്റ് എഴുതിയിടും. ഓരോരുത്തർക്ക് ഉപവാസം. ഒരു ഉപവാസം കഴിയുമ്പോൾ ഞാൻ വന്ന ഉടനെ അമ്മ പറയും, ഇന്നടുത്ത് ഉപവാസം നടക്കുക. ഞാൻ ചിന്തിക്കുന്നത്, അമ്മയ്ക്ക് എന്നോട് അങ്ങനത്തെ ഒരു സ്നേഹം കൊണ്ടാണ്. അമ്മ എന്തിനാണെന്നറിയാം അങ്ങനെ പറഞ്ഞത്, എന്നെ കൊല്ലും എന്ന് ഭീഷണി ഉള്ളതുകൊണ്ട് എന്നെ വീട്ടിൽ നിർത്താതെ ഓരോ സഭാ ഹാളിലേക്ക് പറഞ്ഞു വിടും. സ്തോത്രം. അപ്പൊ ഈ സഭാ ഹാളിലൊക്കെ ചെന്ന് താമസിപ്പിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഈ പകല് ദേവദാസന്മാർ ഞങ്ങളൊക്കെ ഈ വെള്ളയൊക്കെ ഇട്ടുകൊണ്ട് ഭയങ്കര ആരാധനയൊക്കെ ആണെങ്കിലും ഇവരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ അറിയണമെങ്കിൽ രാത്രിയിലേ അറിയാൻ പറ്റും. സ്തോത്രം. കാരണം ഞാനിങ്ങനെ പല സഭകളിലും ഉപവാസം പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമ്പോൾ, അന്ന് ഞാൻ തീരെ ചെറുതായതുകൊണ്ട് എന്നെ ഫുള്ള് ഉപവസിക്കാൻ ഒരു ദൈവാസന്മാർ അനുവദിക്കുന്നില്ല. അമ്മ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ അവനെ വൈകുന്നേരത്തുള്ള ഫുഡ് കൊടുത്തോണം, അതിന്റെ പൈസ ഞാൻ തന്നേക്കാം. സ്തോത്രം. അപ്പൊ എന്നെ നിർബന്ധിച്ച് വൈകുന്നേരം ഭക്ഷണം കഴിപ്പിക്കും. അപ്പൊ ദൈവദാസന്മാരോട് കൂടെ ഇരുന്ന ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇവരുടെ സ്വകാര്യ സംഭാഷണങ്ങൾ എന്ന് പറഞ്ഞാൽ സഭയെക്കുറിച്ചുള്ള സ്വകാര്യ സംഭാഷണങ്ങളൊക്കെ എനിക്കറിയാം. സ്തോത്രം. അപ്പം ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴായിരിക്കും പാസ്റ്റർ വിഷമിച്ചിരിക്കും. അപ്പം ആന്റി ചോദിക്കും, എന്താ വിഷമിച്ചിരിക്കുന്നത്? അപ്പം പുള്ളിക്കാരൻ പറയട്ടെ, ഇന്ന് തങ്കച്ചായൻ എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. സ്തോത്രം. അപ്പൊ ഈ വാക്കുകളൊക്കെ ഞാൻ കേൾക്കും. സ്തോത്രം. അപ്പൊ ചിലടത്ത് ചെല്ലുമ്പോൾ ചില ആന്റിമാരിങ്ങനെ വിഷമിച്ചിരിക്കും. അപ്പൊ പാസ്റ്റർ വന്നിട്ട് ചോദിക്കും, എന്ത് മോളെ മിണ്ടാതിരിക്കും, എന്ത് വിഷമിച്ചിരിക്കുന്നത്? അപ്പൊ അവർ പറയും, അത് കുഞ്ഞമ്മാമ ഇന്ന് എന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞു, അവരെന്നെ ശാസിച്ചിട്ടൊക്കെയാ പോയത്. ഇതൊക്കെ പറഞ്ഞ് ഈ സഭാശുശ്രൂഷയിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാ ഞാൻ ഏറ്റവും കൂടുതൽ ഈ പാഴ്സനേജിൽ നിന്ന് കേട്ടിട്ടുള്ളത്. സ്തോത്രം. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ ദൈവത്തോട് പറയും, കർത്താവേ എന്നെ ഒരു സഞ്ചി ഉപദേശിയാക്കിയാൽ മതി, എനിക്ക് ഒരിക്കലും ഒരു സഭാശുശ്രൂഷ വേണ്ട. നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടോ? സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ ആ തീരുമാനമെടുക്കാൻ കാരണം തന്നെ
സഭാ ഹാളിൽ ദൈവം, നിങ്ങൾ ചിന്തിക്കരുത് ഞങ്ങളൊക്കെ എണീറ്റിട്ട് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നെങ്കിലും ഞങ്ങൾക്ക് നൂറുകണക്കിന് പ്രശ്നങ്ങളുണ്ട്, നൂറുകണക്കിന് വിഷയങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാം, അത് നിങ്ങളുടെ ചെവിയിൽ എത്തുന്നതിന് മുമ്പേ രാത്രിയുടെ യാമങ്ങളിൽ ദൈവം പരിഹരിച്ചിരിക്കും. കരമുയർത്തി ഒരു നല്ല സ്തോത്രം പറഞ്ഞാട്ടെ. നിന്റെ പ്രശ്നങ്ങൾ ഈ ചെവി അറിയുന്നതിന് മുമ്പേ ദൈവ ഭൃത്യന്മാരെ, കർത്താവിന്റെ വേല ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ ഞാൻ ആത്മാവ് സന്ദേശം കൈമാറാ. എത്രയോ പ്രാവശ്യം നാളെ ഒന്ന് നേരം പുലരാതിരുന്നെങ്കിൽ, നിങ്ങളുടെയൊക്കെ വിശ്വാസം പ്രസംഗിക്കുന്ന ഞാനും പലപ്പോഴും രാത്രി ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ നാളത്തെ നേരം ഒന്ന് പുലരാതിരുന്നെങ്കിൽ. പലപ്പോഴും രാത്രി എഴുന്നിട്ട് വാച്ചിൽ നോക്കും, മൊബൈൽ എടുത്ത് സമയം നോക്കും, അയ്യോ സമയം പോകുന്നല്ലോ, നാളെ രാവിലെ 7 മണി എന്ന് പറഞ്ഞൊരു സമയമുണ്ടെങ്കിൽ ഞാൻ നേരിടാൻ പോകുന്ന പ്രശ്നം ഇന്ന് വരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ പ്രശ്നമാ. അതുകൊണ്ട് കർത്താവേ നാളെ നേരം പുലരാതിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച എത്രയോ രാവുകളുണ്ട്. കരഞ്ഞു കരഞ്ഞു കണ്ണിലെ കണ്ണുനീരും വറ്റിപ്പോയെന്ന് തോന്നിയ എത്രയോ രാത്രികളുണ്ട്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഇനി ചെവി അറിയാതെ എന്റെ പ്രശ്നം പരിഹരിച്ചൊരു ദൈവമുണ്ട്. വിശ്വസിക്കുന്ന എത്ര പേർ, എന്നോട് ചേർന്ന അനുഭവമുള്ള എത്ര പേരകത്തുണ്ട്? ഒരു ചെവിയിൽ നിന്റെ പ്രശ്നം എത്തുന്നതിന് മുമ്പേ നിന്റെ കണ്ണുനീരിന് മറുപടിയുമായി സന്ധ്യയെങ്കിൽ കരച്ചിൽ ഓർക്കുമെങ്കിലും രാവിലെ ഒരു ആനന്ദഘോഷം തരുന്ന ഒരു ദൈവമുണ്ട്. ചില സഭായോഗമൊക്കെ കഴിയുമ്പോ ഉണ്ടല്ലോ, ആ സ്വത്രം ഇട്ടിരിക്കുന്ന ജുബായിവൊക്കെ ഇട്ടുകൊണ്ട് കിടക്കയിൽ വന്ന് വീണ് കിടന്ന് കരഞ്ഞ ദിവസങ്ങളുണ്ട്. ആ കിടക്കയിൽ പിറ്റേ ദിവസം രാവിലെ വരെ കിടന്ന് കരഞ്ഞ ദിവസങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ആരുടെയും മുമ്പിൽ വെളിപ്പെടുന്നതിന് മുമ്പേ പ്രശ്നങ്ങളെ പരിഹരിച്ച ഒരു ദൈവമുണ്ട്. ഞാനിത് എന്തുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞറിയാമോ? ഇവിടെ ഇരിക്കുന്ന പലരുടെയും അനുഭവമാ. ആമേ, ദൈവമേ നാണം കെടുത്തല്ലേ, കർത്താവേ എന്നെ തകർത്ത് കളയല്ലേ, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലക്ഷിക്കേണ്ടതിന് നന്മ. ലോകത്തിലൊരു ദൈവമില്ല എന്ന് പഠിപ്പിച്ചും കൊണ്ട് നടന്ന ആ ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. ഒന്ന് സ്വന്തമായി പാട്ടുകളൊക്കെ എഴുതി ഉണ്ടാക്കി ആ പാട്ട് പാടി. ആമേ, സുവിശേഷമല്ല, ആമേ എനിക്ക് ഞാൻ പഠിച്ച ദൈവമില്ല എന്ന ചിന്ത പഠിപ്പിച്ചുകൊണ്ട് നടന്നു. പക്ഷേ അന്ന് മുതൽ ആമേ സ്വന്തം ദൈവം എന്നെ വിടുവിച്ചപ്പോൾ മുതൽ എനിക്കൊരു ഉറപ്പുണ്ട്. ആമേ, അന്ന് പ്രസംഗിച്ചത് ദൈവമില്ല എന്നാണെങ്കിൽ ഇന്ന് ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, കരുതുന്ന ഒരു ദൈവമുണ്ട്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട്, കണ്ണുനീരൊപ്പുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ വേല ചെയ്യുവാൻ ഇറങ്ങിയ നാൾ മുതൽ, ബൈബിൾ കോളേജിൽ പഠിക്കാൻ തുടങ്ങിയ നാൾ മുതൽ കർത്താവ് എന്നെ സഭാ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുക. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇത് കയ്പുള്ളതാണെങ്കിലും തന്നെ ഉള്ളതാണെങ്കിലും ചിലപ്പോഴൊക്കെ അമ്മ മോശ പറഞ്ഞതുപോലെ ഞാനും പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെയൊക്കെ ഇത്രയും കാര്യത്തിൽ റെസ്പോൺസിബിൾ ആകേണ്ട ഒരു ആവശ്യവും ഇല്ല. ചിലത്തൊക്കെ ശുശ്രൂഷ കഴിഞ്ഞ്, പ്രത്യേകിച്ച് തമിഴ്നാട് ഈ ആഴ്ചയിലെ അനുഭവങ്ങൾ ഞാൻ പറയാം. ദൂരെയൊക്കെ ശുശ്രൂഷ കഴിഞ്ഞ് രാത്രി 11-12 മണിക്ക് വീട്ടിൽ വരുമ്പോ ഒരു കോൾ വരും, പാസ്റ്റേ വീട്ടിലുണ്ടോ? ഉണ്ട്. സ്തോത്രം. ഒന്ന് വീട് വരെ വരുമോ? വണ്ടിയിൽ യാത്ര ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കറിയാമോ, ഒരു ശുശ്രൂഷ കഴിയുമ്പോഴത്തേക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പറമ്പ് കിളച്ചു മറിച്ചതിന്റെ ബുദ്ധിമുട്ടാണ്. ഈ കിടന്ന് ചാടുന്നത് കൊണ്ടൊന്നും അല്ല, 2 പോരാട്ടം അനുഭവിക്കുന്നു. സ്തോത്രം പറഞ്ഞ, ഒന്ന് വ്യക്തിപരമായ ജീവിതത്തിന്റെ പോരാട്ടം, 2 അന്ധകാര ശക്തികളോടുള്ള പോരാട്ടം. 2 പോരാട്ടം പോരാടിയാലേ ഞങ്ങൾക്ക് ശുശ്രൂഷിക്കാൻ പറ്റും. ഞാൻ സാധാരണ പറയാറുണ്ട്, പ്രസംഗിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന വേണ്ട. പ്രസംഗ മത്സരത്തിനൊക്കെ പലപ്പോഴും സമ്മാനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പ്രസംഗിക്കുന്നതിന് പ്രാർത്ഥന വേണ്ട കോശി പാസ്റ്റേ, പ്രാർത്ഥന വേണ്ട ജോബിൻ പാസ്റ്റേ, പ്രസംഗിക്കുന്നതിന് നിങ്ങളുടെ പ്രാർത്ഥന വേണ്ട. പക്ഷേ ശുശ്രൂഷിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന വേണം.
കാരണം പോരാട്ടം ശുശ്രൂഷയോടാ. ഇന്ന് പലയിടത്തും പ്രസംഗമേ നടക്കുന്നുള്ളൂ. ശുശ്രൂഷ നടക്കുകയാണെങ്കിൽ ജനം വിടുവിക്കപ്പെടും. ശുശ്രൂഷ നടക്കുകയാണെങ്കിൽ അകത്ത് മാറ്റമുണ്ടാകും. ശുശ്രൂഷ നടക്കുകയാണെങ്കിൽ ചില തീരുമാനമെടുക്കും. ശുശ്രൂഷ നടക്കുമ്പോൾ ചില മരണത്തിന് നിയമിക്കപ്പെട്ടവർ ഒത്തിരി അനുഭവങ്ങളിൽ നിന്നാ പറയുന്നത്. ഒത്തിരി അനുഭവങ്ങളിൽ നിന്നാ. നന്നായിട്ട് കൈയടിക്കുന്നവരെ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കലും ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ സ്ഥലമൊന്നും ചോദിക്കുന്നത് ഞാൻ പറയത്തില്ല. ആ സ്വന്തം ശുശ്രൂഷയ്ക്ക് പോയി ആ ഒരു സഭയിൽ ചെന്നു. ഞാൻ ചെന്നപ്പോൾ ഒരു കുഞ്ഞ് നന്നായിട്ട് കൈയടിക്കുന്നു, നന്നായിട്ട് ആരാധിക്കുന്നു. സ്തോത്രം. അപ്പൊ ഈ ആരാധിക്കുന്നവരെ ഞങ്ങൾ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഒരിക്കൽ സ്വന്തം ഞങ്ങളുടെ ബാലാമൂർത്തി ഇങ്ങനെ നിന്നപ്പോൾ ഒരു ഓട്ടോ ഇങ്ങനെ പോകുന്നു. നല്ല ഹോണൊക്കെ അടിച്ചൊരു ഓട്ടോ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഓട്ടോക്കാരൻ ഇങ്ങനെ എന്നെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. സ്വത്രം ഓട്ടോക്കാരൻ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയപ്പം ഞാൻ വിചാരിച്ചു അറിയാവുന്ന ആളായോണ്ടാണ് നോക്കുന്നത്. സ്വത്രം. എന്നിട്ട് അദ്ദേഹം ഓട്ടോ അങ്ങ് പോയി. അതിന്റെ പുറകിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, നോട്ടം കണ്ട് തെറ്റിദ്ധരിക്കണ്ട, ഓട്ടം കിട്ടാനാ. സ്വത്രം പറഞ്ഞാൽ നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടോ? എന്തോന്നാ? നോട്ടം കണ്ട് തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. ഇല്ലെങ്കിൽ ഞാൻ വിചാരിക്കും എനിക്ക് പരിചയമുള്ള ആരോ എന്നെ നോക്കിയിട്ട് പോകാൻ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ആരെങ്കിലും നന്നായിട്ട് ആരാധിച്ചാൽ ഞങ്ങൾ ശ്രദ്ധിക്കും. അപ്പൊ ഞങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ആരാധിക്കുന്നവരെ ഞങ്ങൾ ശ്രദ്ധിക്കും. കാരണം എന്താ അറിയാമോ? അതൊരു ആത്മസന്തോഷമാണ്. എന്റെ പ്രസംഗത്തിന് നിങ്ങൾ മാർക്കിടരുത്. പക്ഷെ നിങ്ങളുടെ അകത്ത് ആത്മസന്തോഷം വന്നാൽ ഞങ്ങൾക്ക് ശുശ്രൂഷിക്കുന്നവർക്ക് സന്തോഷമാണ്. സ്വത്രം പറഞ്ഞാട്ടെ. ചിലരൊക്കെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ പിള്ളേരുടെ അടുത്ത് പറയും. ചില ആന്റിമാര് പറഞ്ഞിട്ട് പാസ്റ്റേ നമ്മളങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്ക് ഒരു ഓടി ചെന്നിട്ട് അമ്മ കുഞ്ഞുങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്, മക്കളെ പാസ്റ്റർമാമൻ വന്നു, പാസ്റ്റർമാമനൊരു സ്വത്രം കൊടു. നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടോ? ആർക്ക് സ്വത്രം കൊടുക്കാൻ? ഞങ്ങൾക്ക് ആർക്കും നിങ്ങൾ സ്വത്രം തരണ്ട. ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ കൈയടിക്കണ്ട. ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ ആരാധിക്കണ്ട. ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ തുള്ളണ്ട. പക്ഷെ അകത്ത് വചനം കേറിയ, അകത്ത് വിടുതലുണ്ടായാൽ ആർക്കും നിങ്ങളെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. ഇവിടെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. എഴുന്നേറ്റ് നിന്ന് ആരാധിക്കണമെങ്കിൽ, നിങ്ങൾ തുള്ളിച്ചാടി ആരാധിക്കണമെങ്കിൽ ആർക്കും തടുത്തു വെക്കാൻ കഴിയാത്ത നിങ്ങൾ ആരാധിക്കണം. ഒരു സ്വത്രം പറഞ്ഞാൽ ഹല്ലേലൂയ. നമ്മുടെ സഭയിലാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു ഇച്ചിരി ആത്മീയ പക്വത എന്നെക്കാളൊക്കെ, ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് വിശ്വാസത്തിൽ ഇറങ്ങി. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് വിശ്വാസത്തിൽ ഇറങ്ങിയ ഒരു അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു കൂട്ടത്തിൽ അവർ സംസാരിച്ച് തുടങ്ങിയപ്പോഴേ ഒരു ലക്ഷ്യത്തിൽ, അവർക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. പലപ്പോഴും ഞാൻ ആ ലക്ഷ്യം ഡൈവേർട്ട് ചെയ്ത് വിട്ടു. പക്ഷേ ഇവര് കാര്യങ്ങൾ ഇച്ചിരി ഗൗരവമായിട്ട് അറിയാവുന്നവരായതുകൊണ്ട് അവർ വളച്ചൊടിച്ച് ലാസ്റ്റ് ഞാൻ പ്രാർത്ഥിക്കാന്ന് പറയുന്നതിന് തൊട്ടു മുമ്പേ അവർ പറഞ്ഞു, പക്ഷേ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ പറഞ്ഞു ശരി ചോദിച്ചോ. എനിക്കറിയാം ഇതാ ചോദിക്കാൻ വരുന്നതെന്നറിയാം. നമുക്കറിയാമല്ലോ, നമ്മളിങ്ങനെ കുറെ നാൾ കൊണ്ട് ശുശ്രൂഷയിലായതുകൊണ്ട് അങ്ങ് ദൂരേന്ന് വരുമ്പോഴേ നമുക്കറിയാം. ചില പ്രാർത്ഥനയൊക്കെ നമുക്ക് ഇട്ടാണെന്ന് ദൂരേന്ന് വരുമ്പോഴേ നമുക്കറിയാം. പിടികിട്ടിയില്ല. ചില പ്രബോധനമൊക്കെ നമുക്ക് വന്നു ചേരുന്നതാണെന്ന് തുടങ്ങുമ്പോഴേ അറിയാൻ അല്ലേ പറഞ്ഞില്ല. അപ്പൊ ഈ അമ്മച്ചി തുടങ്ങിയപ്പോഴേ എനിക്കറിയാം എനിക്കിട്ടെന്തോ വരുന്നുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതേ, നമ്മുടെ സഭയിലെ ഇന്ന സഹോദരി ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ സഹോദരി അറിയാം. അവരെങ്ങനെ? ഞാൻ പറഞ്ഞു കൊള്ളാം, കുഴപ്പമില്ല, നന്നായിട്ട് ആരാധിക്കും. അല്ല പക്ഷേ അവരുടെ ഈ സ്തോത്രവും അല്ലേലും ഒക്കെ ഇച്ചിരി ഓവറല്ലേ? ഞാൻ പറഞ്ഞു എനിക്ക് ഓവറായിട്ട് തോന്നുന്നില്ല, അത് കുറവാന്നാ തോന്നിയേക്കാം. സ്തോത്രം പറഞ്ഞാ നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടോ? എന്റെ ദൈവം, ഇന്ന് നിങ്ങൾ വന്നപ്പം മുതൽ ഈ എന്റെ മെസ്സേജ് തീരുന്ന 3 മണി വരെ നിങ്ങൾ സ്തോത്രം പറഞ്ഞാലും ഒന്നുമല്ല. അത് വന്നപ്പോൾ സ്തോത്രം കൂടെ പോയി. എന്നാൽ 2:55 വരെ ഇന്നിവിടെ പറയുന്ന സ്തോത്രം ഒന്നും 5 മിനിറ്റ് കുറച്ച് തന്നില്ലേ? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പൊ ഇവര് ഇച്ചിരി ഓവറാ. പിന്നെ അവര് പറഞ്ഞ എന്തോ അറിയോ, പക്ഷെ അവര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അന്യഭാഷ പറയുന്നു. ശരിക്കും പവറിൽ അങ്ങ് അന്യഭാഷ പറയും. അതിനകത്ത് നല്ല ആത്മാവാണോ? നിങ്ങൾ പറ. ഇവിടെ ഇരിക്കുന്ന ഒരു സഹോദരി ഇടയ്ക്കിടയ്ക്ക് നീട്ടി ചാടി നിന്ന് അന്യഭാഷ പറയുമ്പോൾ നമുക്കൊക്കെ സ്വാഭാവികമായിട്ട് തോന്നുന്നൊരു കുഴപ്പം, ഇത്
പിന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു പേരുണ്ട്, പരിജ്ഞാനം. തോന്നുക എല്ലാം ചേർന്ന് പറഞ്ഞ് ഈ പരിജ്ഞാനം എന്ന് പറഞ്ഞ സാധനത്തിന് നിങ്ങൾ കൊടുത്ത ഡെഫിനിഷൻ അല്ല ബൈബിളിൽ കൊടുത്തേക്കുന്നത്. പരിജ്ഞാനം എന്ന് പറയുന്നത് അച്ഛാ കൈയടിക്കാതിരിക്കുന്നതല്ല പരിജ്ഞാനം, ശബ്ദം എടുക്കാതിരിക്കുന്നതല്ല പരിജ്ഞാനം. നേരത്തെ മുട്ടുമേൽ നിന്ന് കൈയടിച്ചോണ്ടിരുന്നവര് ഇപ്പൊ കസേരയിലോട്ട് മാറിയത് പരിജ്ഞാനമല്ല. കസേര ഇരിക്കണ്ടെന്നല്ല പറയുന്നത്, നിങ്ങളെക്കാളും കൂടുതൽ കസേര ഇരിക്കുന്ന ആളാണ് ഞാൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. പക്ഷെ കസേരയിൽ ഇരുന്നാലും ആത്മാവ് നിർബന്ധിച്ചാൽ ആരാധിക്കണം. അതിനെ പിടിച്ചു കെട്ടുന്നതല്ല പരിജ്ഞാനം. അപ്പൊ അവർക്കറിയേണ്ടത് ഇത് ദുരാത്മാവാണ്. ഇത് എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പേ പല കൗൺസിൽ കഴിഞ്ഞിട്ടാ വന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. സഭായോഗത്തിന് ഒരു കൗൺസിലുണ്ട്. ഇത് കഴിഞ്ഞെല്ലാം പോയി വെളിയിറങ്ങി. ഇത് കണ്ടില്ലേ, 1 മണിയൊക്കെ ആകുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് ചിലര് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പോലെ ക്ലോക്കിൽ നോക്കും. അതിനെത്ര വരയുണ്ട്, എത്ര സൂചിയുണ്ട്, അതിനെന്തു ഭംഗിയുണ്ട്. ഇതൊക്കെ നോക്കുന്നത് 12:45 കഴിയുമ്പോഴാണ്. നിങ്ങൾ ഓത്രമൊക്കെ പറഞ്ഞു. ഇങ്ങനെ നോക്കുന്നവരെ ഈ യോഗം കഴിഞ്ഞ് നോക്കണം, അടുത്ത ജംഗ്ഷനിൽ കാണുക. കുഞ്ഞമ്മയും സർളയും അമ്മയും ചിന്നമ്മയും എല്ലാവരും അവിടെ കാണും. ഈ ഏറ്റവും കൂടുതൽ മസിൽ പിടിച്ചതൊക്കെ അവിടെ കാണും. അവിടെ സ്പെഷ്യൽ കമ്മിറ്റിയാണ്. അതിനകത്തും ചർച്ച ഈ പാട്ട് പാടിയ സഹോദരിയാണ്. ഇനി വീട്ടിൽ ചെന്നാലോ സ്വത്രം, വാട്സാപ്പിൽ കൂടെ ഫോണിൽ കൂടെ എല്ലാം ചർച്ച ചെയ്ത, ഇങ്ങനെ പല രീതി ചർച്ച ചെയ്താണ് ലാസ്റ്റ് ഇവരെല്ലാവരും കൂടെ ഒരാളെ ചുമതലപ്പെടുത്തി പാസ്റ്ററോട് ചോദിക്കാം. സ്വത്രം പറഞ്ഞാൽ നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടോ? അങ്ങനെ എന്നോട് ചോദിച്ചതാ. അപ്പൊ ഞാൻ ഒരൊറ്റ കാര്യം അമ്മച്ചിയോട് പറഞ്ഞത് ഇങ്ങനെ, ഒരു വൃക്ഷത്തെ ഫലം കൊണ്ടാണ് തിരിച്ചറിയേണ്ടത്. എന്നിട്ട് ഞാൻ ആ സഹോദരിയെ കുറിച്ച് പറഞ്ഞു, നല്ല ദൈവഭയം. സ്തോത്രം. 2, ആരുടെയും കുറ്റം ഇന്നുവരെയും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. 3, സ്തോത്രം, എപ്പോഴും പ്രാർത്ഥന. 4, സഹോദര സ്നേഹമുണ്ട്. സ്തോത്രം. 5, കിട്ടുന്നതിൽ അധികം ദശാംശം കൊടുക്കും. ദശാംശം ഒന്നുമല്ല, അതിന്റെ അപ്പുറം കൊടുക്കും. സ്തോത്രം. 6, സമയം കിട്ടുമ്പോൾ ഒരാളോട് സുവിശേഷം പറയും. ഞാൻ ചോദിച്ചു, ഈ 6 ഗുണത്തിൽ എത്ര ഗുണം അമ്മച്ചിക്കുണ്ടെന്ന് ചോദിച്ചു. സ്തോത്രം. മറുപടിയില്ല. ആ പാസ്റ്റർ പോവാൻ തിരക്കല്ലേ, പ്രാർത്ഥിക്കും. അല്ലേലില്ല. ഇവര് നോക്കിയത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അന്യഭാഷ പറയുന്നു, ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ആത്മപ്രേരണ ഉണ്ടാകുമ്പോൾ കൈയടിക്കുന്നു. ഇവർക്ക് അടുത്തിരുന്നപ്പോൾ എന്തോ ഇറിറ്റേഷൻ തോന്നി പോലും. നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടോ? പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ കുറ്റപ്പെടുന്ന നിനക്ക് ഇതിൽ 5-ൽ 2 മാർക്കെങ്കിലും ഉണ്ടോ? ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഇവിടെ മുട്ടൻ അന്യഭാഷ പറഞ്ഞിട്ട് അപ്പുറത്ത് പോയി കൂട്ടു സഹോദരരുടെ കുറ്റം പറയുന്നെങ്കിൽ നിന്റെ അകത്തെ ആത്മാവിനെ ഞങ്ങളാരും ശാസിക്കത്തില്ല, നീ തന്നെ കൈവച്ച് ശാസിച്ചോണം. സ്വത്രം പറഞ്ഞാട്ടെ. ഈ ചില ആളുകളൊക്കെ ചില യോഗത്തിന് ഇരിക്കുന്ന എന്താന്ന് പറയാം, അവർക്ക് തന്നെ അറിയാം ഒരു ഭൂതം അവരുടെ മേൽ ഉണ്ടെന്ന്. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് ഭൂതമുണ്ടോ എന്ന് അറിയാൻ ചില ടെസ്റ്റുകൾ, ഞാൻ എല്ലാം കൂടെ പറയാൻ പറ്റത്തില്ല, ചില ടെസ്റ്റുകൾ സഹോദരിമാരോട് പറയാം. ഭർത്താവ് പറയുന്ന എല്ലാത്തിനും ആമയും പറയുന്നെങ്കിൽ നിങ്ങളുടെ അകത്ത് ഭൂതമില്ല. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ മനസ്സിലെങ്കിലും അതിനോട് എതിർപ്പ് തോന്നുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു ഭൂതം അതിനകത്തുണ്ട്. സ്വത്രം പറഞ്ഞാട്ടെ. നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടോ? 1 മണിക്കുള്ള സഭായോഗം 1:30 വരെ ആയാൽ പിറുപിറുക്കാതെ സ്വത്രം പറയുന്നെങ്കിൽ നിന്റെ അകത്ത് ഭൂതമില്ല. 1:05 ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ നിന്റെ അകത്തൊരു ഭൂതമുണ്ട്. പോയി, നിങ്ങളെല്ലാം പോയി. സ്തോത്രം പറഞ്ഞു. ഇനി ഭൂതത്തിന്റെ ലക്ഷണങ്ങൾ യോഗം കഴിഞ്ഞിട്ട് പറയാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞുതരാം. സ്വയം ശോധന ചെയ്യണം, ഭൂതം ആരുടെ മേലെ കൊണ്ടെന്ന്. ഞങ്ങൾ അതുകൊണ്ട് ചിലതൊക്കെ ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ ചില ഇരിപ്പ് കാണുമ്പോൾ അറിയാം, ദൈവമേ വെളിപ്പെടല്ലേ, വെളിപ്പെട്ട് നാണം കെടുത്തല്ലേ എന്ന് പറഞ്ഞാൽ ചിലരിക്കുന്നത്. കർത്താവിനും വലിയ നിർബന്ധമൊന്നുമില്ല, നിനക്ക് വേണമെങ്കിൽ ഇരുന്ന. പക്ഷെ ഒരു ദിവസം വെളിപ്പെടണേന്ന് പറഞ്ഞു വരുന്ന ദിവസമുണ്ട്. അവൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. വ്യസനത്തിനുള്ള മാർഗം ഒന്ന് പറഞ്ഞേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നീ നോക്ക് കർത്താവേ. കർത്താവ് നോക്കി പറഞ്ഞപ്പോഴൊന്നും അംഗീകരിച്ചില്ല, നോക്കി പറഞ്ഞപ്പോഴൊന്നും ചെവിക്കൊണ്ടില്ല. ഇപ്പൊ അതിന്റെ ആവശ്യകത മനസ്സിലായി. സ്തോത്രം പറഞ്ഞാട്ടെ.
ഇന്നലെ ഒന്ന് രണ്ട് സഹോദരന്മാർ എന്നോട് ചോദിച്ചു, പാസ്റ്റേ യുദ്ധത്തെ കുറിച്ച് കേട്ടോ? ഞാൻ പറഞ്ഞു കേട്ടു. സ്തോത്രം. നമ്മുടെ വിഴിഞ്ഞത്ത് കുഴപ്പമുണ്ടാവുമോ? ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഉണ്ടാവും. കുറെ നേരം മിണ്ടാന്നിട്ട് ചോദിച്ചു, പാസ്റ്റേ ഇനി എന്നാ ഉപവാസ പ്രാർത്ഥന? ഞാൻ പറഞ്ഞു, സഹോദര ഉപവാസ പ്രാർത്ഥന പലതും ഇവിടെ കഴിഞ്ഞു. ഇപ്പോഴാണ് ഉപവാസത്തെ കുറിച്ച് ചിന്ത ഉണ്ടായത്. അപ്പോഴാ പറഞ്ഞ, പാസ്റ്റേ വല്ല മിസൈല് വന്ന നമുക്ക് സ്വർഗത്തിൽ പോണ്ടേ? സ്തോത്രം പറഞ്ഞ എത്രയോ ഉപവാസ പ്രാർത്ഥന വെച്ചു. അന്നേരം എല്ലാം അമ്മയുടെ അനിയത്തിയുടെ, കുഞ്ഞമ്മയുടെ മൂത്ത നാത്തൂന്റെ മോളുടെ അനിയത്തിയുടെ വകയിലൊരു കൊച്ചിന്റെ നൂല് കെട്ടെന്നും പറഞ്ഞല്ലേ പോയത്. സ്തോത്രം പറഞ്ഞ നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടോ എനിക്കറിയത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ദൈവമക്കളെ, ദൈവത്തോട് അടുത്ത് വരാനുള്ള സമയമാണ്. ഉപവാസ പ്രാർത്ഥനയിൽ വ്യസനത്തിനുള്ള മാർഗം നീക്കാനുള്ള സമയമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാണ് ദൈവമക്കൾ. എന്റെ വാക്കുകൾ അധികമാകുന്നു. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വേഗത്തിൽ വരാം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ആമേൻ പറഞ്ഞാട്ട് അതിൻ്റെ ഒന്നാം ഭാഗം ഞാൻ പകല് പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവം എന്ന് വെച്ചാൽ അടുത്ത ചിന്തയിലേക്ക് വൈകുന്നേരം നമുക്ക് പ്രവേശിക്കാം. വളരെ ശ്രദ്ധയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഏലിയാവ് എന്ന് പറഞ്ഞ വ്യക്തിയെ നമുക്ക് പ്രത്യേകം ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. ഇവിടെ ഇരിക്കുന്ന കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വളരെ ആരാധനയോടെ നോക്കുന്ന, ആരാധിക്കുകയല്ല, വളരെ ആമേൻ ബഹുമാനത്തോടെ കാണുന്ന, ആമേൻ തന്നിലുണ്ടായിരുന്ന ശുശ്രൂഷയുടെ മഹത്വത്തെ മനസ്സിലാക്കിയവർക്ക് ആമേൻ വളരെ ആദരവ് തോന്നുന്ന ഒരു മനുഷ്യനായിരുന്നു ആര്? ഏലിയാവ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അങ്ങനെ ആദരവ് നമ്മളെ മറ്റൊരു ചിന്തയിൽ കൂടെ നയിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ അവരൊക്കെ വലിയ ആളുകൾ ഒക്കെ നമ്മൾ സാക്ഷ്യത്തിലും ഒക്കെ പറയുന്നത് പോലെ ഏഴയും കൃമിയും ഒന്നുമില്ലാത്തവനും ഒക്കെ ആയിരിക്കുന്ന നമ്മൾ, സ്വയം താഴ്ത്തി ഒന്നുമല്ലാതായി തീർന്നുകൊണ്ടിരിക്കുന്ന നമ്മളും വലിയ ശക്തനായ പ്രവാചകനായ ഏലിയാവും തമ്മിലൊരു താരതമ്യം ചെയ്താൽ നമുക്കതിനുള്ള താല്പര്യമേ തോന്നാറില്ല. കാരണം നമ്മൾ ഇനി എത്ര ശ്രമിച്ചാലും ഏലിയാവാകാൻ നമുക്ക് എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല എന്ന് നമ്മൾ ഇപ്പോഴേ ഉറപ്പിച്ചിരിക്കുക. സ്തോത്രം. പിന്നെ പാസ് പ്രസംഗിക്കുമ്പോഴൊക്കെ നീ വലിയവനാകും, അതാകും ഇതാകും എന്നൊക്കെ പറയുമ്പോൾ ആമയും പറഞ്ഞാലും നമ്മുടെ മനസ്സിലെ ചിന്ത അങ്ങനൊന്നും ആകാൻ പോകുന്നില്ല. പാസ് ഞങ്ങൾ എത്ര ഉപവാസം കഴിച്ചതാ. ഈ ഉപവാസത്തിന്റെ ആരംഭ വകയിൽ വന്നിട്ട് പാസ് പറയുക, ഈ ഉപവാസം കഴിയുമ്പോൾ വലിയ വിടുതലാണ്, വലിയ മാറ്റമാണ്, വലിയ അനുഗ്രഹമാണ്. എന്റെ ദൈവം ഇതൊക്കെ അങ്ങോട്ട് പറയുമ്പോൾ നമ്മളിങ്ങനെ ആത്മാവിൽ ആരാധിക്കുന്നെങ്കിലും നമുക്കറിയാം ഇതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ സംഭവിക്കാൻ ഇതുപോലെ എത്ര കഴിഞ്ഞത്. കലേഷ് ബാസ് എത്ര നാളിലേക്ക് ഇവിടെ വന്നത്. കഴിഞ്ഞ മാസം ഇവിടെ ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലും ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നതാ. ഇനി പാസ് പറയുമ്പോൾ ഞങ്ങൾ പിന്നെ പാസ് സന്തോഷിപ്പിക്കാനൊക്കെ ഒന്ന് കൈയടിച്ചെന്നിരിക്കും. പക്ഷെ ഞങ്ങൾക്കറിയാം ഇതിവിടെ തന്നെ ഇരിക്കത്തുള്ളൂ. ഈ ചിന്തയാ നമ്മുടെ അകത്ത്. ആമേൻ. എന്നാൽ ആത്മാവിൽ ഞാൻ പറയുക, ഈ ചിന്ത മാറുമ്പോൾ സഭ അനുഗ്രഹിക്കും. ഒരു സ്തോത്രം പറഞ്ഞാണ്. ഇന്നലകളിലെ ചിന്തകളും പരിചിതമായ സാഹചര്യങ്ങളും വെച്ച് ഇന്നത്തെ ആരാധനയിൽ ഇരിക്കരുത്. ഇന്ന് നമ്മെ തന്നെ ഒന്ന് ഒഴിച്ച് ദൈവം ഇന്ന് നമ്മിൽ ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങൾക്കായി, വിടുതലുകൾക്കായി, സൗഖ്യങ്ങൾക്കായി, ആമേൻ, ദൈവിക പ്രവൃത്തിക്കായി ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ പരിശുദ്ധ ആത്മാവ് നമുക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. സ്തോത്രം. ഇപ്പൊ നമ്മുടെ ചിന്ത ഭക്തനായ ഏലിയാവ്, ശക്തനായ ഏലിയാവ്, ദൈവത്തിനു വേണ്ടി വൻകാര്യങ്ങളെ ചെയ്ത ഏലിയാവ്. ആ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. ഇങ്ങോട്ട് നോക്കണേ. ഏലിയാവ് ആരാണ്? നമുക്ക് സമസ്വഭാവമാണ്. നമുക്കെന്ന് പറയുന്നതിനേക്കാൾ ഞാൻ ഇങ്ങനെ പറയാം, ഏലിയാവ് കലേഷിന് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്റെ അതേ സ്വഭാവമായിരുന്നു. ആർക്ക്? ഉപവാസം. അങ്ങനൊന്നും അല്ലായിരിക്കും, വേറൊരു സ്വഭാവം കാണും. ഹല്ലേലൂയ പറഞ്ഞാൽ ഭക്തനാ പറഞ്ഞത് ഏലിയാവ് നമുക്ക് ഈക്വലാണ്. ഏലിയാവിന് എന്തൊക്കെ സ്വഭാവം ഉണ്ടായിരുന്നു അതൊക്കെ നമുക്കുണ്ടായി. അങ്ങനെ പറഞ്ഞതിനേക്കാൾ ഒന്നോട് പറഞ്ഞ് നമുക്ക് എന്തൊക്കെ സ്വഭാവം ഉണ്ടോ അതെല്ലാം ആർക്കുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിച്ച് നമ്മുടെ സ്വഭാവം പോലെ ഒരാളായിരുന്നു ആര്? അങ്ങനെയൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എൻ്റെ സ്വഭാവം എങ്ങനെ ഏലിയാവിന്, എൻ്റെ സ്വഭാവം ചിലപ്പോൾ എനിക്ക് പോലും പിടിക്കാതെ വന്നിട്ടുണ്ട്.
പിന്നെ എങ്ങനെ എൻ്റെ സ്വഭാവം എലിയാവിനുണ്ടായിരുന്നു പറഞ്ഞ എന്നാ വചനം പറയുന്നു എനിക്ക് എന്തൊക്കെ സ്വഭാവം ഉണ്ടായിരുന്നു അതെല്ലാം ആർക്കുണ്ടായിരുന്നു? സ്തോത്രം പറഞ്ഞാട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വഭാവങ്ങളെ ഒന്ന് ചിന്തിച്ച് നമ്മുടെ ക്യാരക്ടർ എന്താ, നമ്മുടെ സ്വഭാവം എന്താ, നമ്മൾ ഇന്ന് നിൽക്കുന്ന ആ സ്വഭാവ രീതികൾ എന്തൊക്കെയാ, അതെല്ലാം ഏലിയാവിന്റെ മേലുണ്ടായിരുന്നു. നമുക്കൊരു സ്വഭാവം രൂപപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, നമുക്കൊരു ക്യാരക്ടർ ഉണ്ട് അല്ലേ, നമുക്കൊരു സ്വഭാവം ഉണ്ട്. അത് നിങ്ങൾക്ക് എൻ്റെ എല്ലാ സ്വഭാവങ്ങളും നിങ്ങൾക്ക് അറിയണമെന്നില്ല. ഞാനിവിടെ നിന്ന് വലുതായിട്ട് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ എന്നെക്കുറിച്ച് ചിന്ത ഉണ്ടാവും, ആമേ ഒരു പാസ്റ്റർ നന്നായിട്ട് പ്രസംഗിച്ചു അല്ലെങ്കിൽ നല്ല ഒരു ആലോചന പറഞ്ഞു, ആ ഒരു രീതി അറിയത്തുള്ളൂ. പക്ഷേ എൻ്റെ ഭാര്യയോടും മക്കളോടും ചോദിച്ചാൽ അറിയാം എൻ്റെ സ്വഭാവം എന്താ. ഹലോ, നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടോ? അപ്പൊ നമുക്കൊരു സ്വഭാവം രൂപപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ്? ഒന്ന് രണ്ട് കാര്യം ഞാൻ വേഗം പറയാം. സ്തോത്രം. ഒന്ന്, നമ്മുടെ സ്വഭാവം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കൊരു ട്രഡീഷണൽ ക്യാരക്ടർ അല്ലേ. ഹലോ, നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടോ? നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമത്തെ നമ്മുടെ സ്വഭാവം എന്തുവാ? ഒരു പാരമ്പര്യമായ ഒരു സ്വഭാവം അല്ലേ. കണ്ടിട്ടില്ലേ ചിലപ്പോഴൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നടക്കുന്നതാണ് അപ്പനെ പോലെ തന്നെ എന്ന് പറയാറില്ലേ? പറയത്തില്ലേ? സ്തോത്രം. നിങ്ങൾ ഈ നാട്ടുകാരല്ലേ? പറയാറുണ്ട് ഇല്ലേ? അപ്പൊ ചില പാരമ്പര്യ സ്വഭാവങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഉണ്ടെന്നേ. ഇപ്പൊ ഈ കൈയടിച്ച് സ്തോത്രം ചെയ്ത് ചിരിച്ചോണ്ടൊക്കെ ഇരിക്കുന്നെങ്കിലും നമ്മൾ ചില പാരമ്പര്യ സ്വഭാവങ്ങൾ ഉണ്ടെന്നേ. അപ്പൊ ഒന്നാമത്തെ സ്വഭാവം എന്തുവാ? പാരമ്പര്യം, ട്രഡീഷണൽ. സ്തോത്രം. ഇനി രണ്ടാമതൊരു സ്വഭാവമുണ്ട്. രണ്ടാമത്തെ സ്വഭാവം അതിന്റെ പേരാണ് ഒപ്രസ്ഡ് ക്യാരക്ടർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ തനി മലയാളം അടിച്ചേൽപ്പിക്കപ്പെട്ട സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഉള്ള സ്വഭാവമല്ല, പിന്നെ ആളുകള് പറഞ്ഞേൽപ്പിച്ച ഒരു സ്വഭാവമുണ്ട്. സ്തോത്രം. നീ ആരാ? കള്ളിയാ? പറഞ്ഞില്ലേ? നീ കള്ളനാ? നീ അഹങ്കാരിയാ? സ്തോത്രം. ഈ 1 ശമൂവേൽ ദിവസം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം നിർത്താം പെട്ടെന്ന്. ഞാൻ വേഗത്തിൽ ആ ഭാഗത്തുനിന്ന് എനിക്ക് മടങ്ങി വരണം. സ്തോത്രം. 17-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. 28-ാം വാക്യം. അവരോട് അവൻ സംസാരിക്കുന്നത് അവന്റെ മൂത്ത ജ്യേഷ്ഠൻ ഏലിയാബ് കേട്ട്, അവരോട് അവൻ സംസാരിക്കുന്നത് അവന്റെ മൂത്ത ജ്യേഷ്ഠൻ ഏലിയാബ് കേട്ട് ദാവീദിനോട് കോപിച്ചു. നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ ആ കുറെ ആടുകൾ ഉള്ളത് നീ ആരുടെ പക്കൽ വിട്ടേച്ചു പോന്നു? നിന്റെ അഹങ്കാരവും നികളഭാവവും എനിക്കറിയാം. സ്തോത്രം പറഞ്ഞാൽ ദാവീദിനെ കുറിച്ച് പറയാ. നീ ആരാ? മക്കളെ ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, സഹോദരങ്ങളെ ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. നീ ആരാ? അഹങ്കാരിയാ. നീ ആരാ? നിഗളിയാ. പക്ഷെ ദൈവം അവനെ കുറിച്ച് പറഞ്ഞു കേൾക്കണോ? അവൻ എന്റെ ഹൃദയപ്രകാരമുള്ളവൻ, ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ചവൻ, ദൈവം തെരഞ്ഞെടുത്തവൻ, ആടുകളെ മേച്ചെടുത്തു. ദൈവം അവനെ വിളിച്ചു വരുത്തി സഹോദരന്മാരുടെ മധ്യേ അഭിഷേകം ചെയ്തവൻ. അഭിഷേകം തലയിരിക്കുന്നവനെ കുറിച്ച് സഹോദരൻ പറയുക, ഇവൻ ആരാ? അഹങ്കാരിയാ. ഒരു പ്രസ്താവന മാത്രമല്ല, ശക്തമായ എവിഡൻസ് കൊണ്ട് അത് എനിക്കറിയാമായില്ലോ. നിങ്ങൾക്കറിയാമോ ഒരു സാക്ഷി എന്ന് പറഞ്ഞാൽ ആ സാക്ഷിയുടെ വില അറിയുന്നത് ആ ആളിന്റെ ആ സംഭവമായിട്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള അടുപ്പത്തിന്റെ ആഴം പോലെ ഇരിക്കും. ഒരു സാക്ഷ്യം അത് സ്ഥിരപ്പെടുവാനുള്ള ഒരു ഘടകമാണ്. എന്താ? ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധമോ അടുപ്പമോ അനുസരിച്ച്. ആരെങ്കിലും ഒന്ന് കലേശ് കൊള്ളൂല എന്ന് പറയുന്നതിനേക്കാൾ എന്റെ ഭാര്യ പറഞ്ഞാൽ, എന്റെ സഹോദരൻ പറഞ്ഞാൽ, എന്റെ അപ്പൻ പറഞ്ഞാൽ, സ്തോത്രം, പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ രീതി അനുസരിച്ച് ഒരു മനുഷ്യൻ ആരാണെന്ന് ലോകം അംഗീകരിക്കാൻ അതിന്റെ പ്രഥമമായ കാര്യം അവനെ കുറിച്ച് അവന്റെ അപ്പൻ പറയുന്ന സാക്ഷ്യം.
സ്വോത്രം പറഞ്ഞാട്ടെ. ശിമയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. എൻ മനമേ അവരുടെ മന്ത്രണങ്ങളിൽ കൂടരുത്, അവരുടെ യോഗങ്ങളിൽ പോകരുതെന്ന് വിളിച്ചു പറഞ്ഞത് ആരാ? ഒന്നോ അപ്പന. അന്ന് മുതൽ ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളും ആമേൻ ലേവിയോടൊരകൽച്ച ഉണ്ടായിരുന്നു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു ദൂത് ഞാൻ പറയാം, ചില അകൽച്ചകൾ നല്ലതിനാ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. യഹോവയുടെ പക്ഷത്തുള്ളവൻ ആരെന്ന് ചോദിച്ചപ്പം ലേവി ഇറങ്ങി വന്നതിന്റെ കാരണം ചിലർ അകറ്റി നിർത്തിക്കൊണ്ടാച്ചാ. സ്തോത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ട് ആരെങ്കിലും നിന്നെ അകറ്റി നിർത്തുന്നെങ്കിൽ വിഷമിക്കരുത്. നിങ്ങൾ ചിന്തിച്ചോ, അപ്പം പറഞ്ഞ വാക്ക് കേട്ടോണ്ട് സകല ഗോത്രങ്ങളും ലേവിയെ ഒരു പടി ദൂരത്ത് നിർത്തി. സ്തോത്രം പറഞ്ഞാട്ടെ. ഈ മോശ ദൈവത്തിന്റെ അടുക്കലേക്ക് പോയപ്പോ സകല ഗോത്രങ്ങൾ എന്ന് പറഞ്ഞ അപ്പൻ പൊക്കി പറഞ്ഞതും പുകഴ്ത്തി പറഞ്ഞതും ആമേ ഫലപ്രദമെന്ന് പറഞ്ഞതുമായ സകല ഗോത്രങ്ങളും എന്ത് ചെയ്തെന്നറിയാമോ? കാളക്കുട്ടി ഉണ്ടാക്കാൻ പോയി. നിങ്ങൾക്ക് മനസ്സിലായോ? ലേവിയുടെ കൈ പൊന്നുണ്ടായിരുന്നോ ഇല്ല എന്നുള്ളതല്ല വിഷയം. ഈ പൊന്നുണ്ടെങ്കിലും ഇവര് പറഞ്ഞു നിന്റെ പൊന്ന് ഞങ്ങൾക്ക്. അവർക്ക് മനസ്സിൽ ആഗ്രഹം തോന്നി ഈ തുള്ളലിന് ഞങ്ങളെയും കൂടെ പങ്കെടുപ്പിക്കണം. ഈ തുള്ളല് ദൈവികമാണോ അല്ലയോ എന്ന് പിന്നത്തേതിലാ തീരുമാനിക്കപ്പെട്ടെങ്കിലും സ്തോത്രം പറഞ്ഞാട്ടെ. ഈ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഇന്ന് വിമർശിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ. സ്തോത്രം. നമ്മൾ മനസ്സോടെ പോകാത്തതല്ല, പോകാൻ സാധ്യത ഉണ്ടാഞ്ഞിട്ടും പറ്റാഞ്ഞതാ. അതുകൊണ്ടാ ഇപ്പൊ നമ്മൾ വിമർശിക്കുന്നേ. നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടോ? എടാ, കോട്ടയത്ത് നടന്ന യോഗത്തെ കുറിച്ച് വിമർശിച്ച ഒരാളോട് ഞാൻ ചോദിച്ചു, ആമേൻ സ്തോത്രം, നിങ്ങൾ പോയായിരുന്നോ? ഇല്ല, പോകാൻ പറ്റിയില്ല. ഞാൻ പോയ ഒരാളെ കണ്ടു, പുള്ളി പറഞ്ഞു സൂപ്പറായിരുന്നു. അപ്പൊ പോയവന് സൂപ്പറും പോകാത്തവന് മോശവും. സ്തോത്രം പറഞ്ഞാട്ടെ. എടാ, അഹരോൻ നേതൃത്വം വഹിക്കുന്ന യോഗത്തിൽ എഴുതി വെച്ചോണം. അഹരോൻ നേതൃത്വം വഹിക്കുന്ന യോഗത്തിൽ ലേവിക്ക് താല്പര്യമില്ലാതെ വരുവോ? സ്തോത്രം പറഞ്ഞാട്ടെ. എടാ, ഞങ്ങളെ സെൻട്രൽ പാസ് ഒരു മീറ്റിംഗിന് വിളിച്ച ഞങ്ങൾ പോകും. പക്ഷെ അത് വേറെ യോഗമാണെന്ന് പിന്നീടാ തെളിയുന്നത്. പിടികിട്ടില്ല നിങ്ങൾക്ക്. ഇനി വീട്ടിൽ പോയി ആലോചിച്ച് ചിന്തിച്ചാൽ മതി. സ്തോത്രം പറഞ്ഞ അമ്മയും പറഞ്ഞേ. അപ്പൊ ഈ ലേവി ഉണ്ടല്ലോ, ഈ യോഗത്തിൽ പോകാൻ അവർക്ക് ആഗ്രഹമുണ്ട്. അവര് മാറി ഇങ്ങനെ കരയും, കർത്താവേ എന്നാലും അഹരോനും ഒന്ന് ഞങ്ങളെ വിളിച്ചില്ലല്ലോ, രൂപേനും കൂട്ടരും ഞങ്ങളെ വിളിച്ചില്ലല്ലോ. സ്തോത്രം. വിളിക്കാത്തതിന് സ്തോത്രം പറയാൻ സമയമാകുക. ചിലടത്ത് ഉൾപ്പെടുത്താത്തതിന് സ്തോത്രം പറയാൻ ഈ 2025 ദൈവം നിനക്ക് അവസരം തരാൻ പോകുക. നിന്നെ തള്ളിക്കളഞ്ഞതിന്റെ ഗുണപരമായ സാക്ഷ്യം ഈ 2025 വെളിപ്പെടാൻ പോകുക. ആരോടൊക്കെ പരിശുദ്ധ ദൂത് പറയുന്നു. ചിലടത്ത് പോകാഞ്ഞതിന്റെ സാക്ഷ്യം, ചിലടത്ത് വിളിക്കാത്തതിന്റെ സാക്ഷ്യം, ചിലർ അംഗീകരിക്കാത്തതിന്റെ സാക്ഷ്യം, ചിലർ നിനക്ക് നല്ല മാർക്ക് ഇടാത്തതിന്റെ സാക്ഷ്യം, ചില അഡ്മിഷൻ കിട്ടാത്തതിന്റെ സാക്ഷ്യം, ചില അഡ്മിഷൻ കിട്ടാത്തതിന്റെ സാക്ഷ്യം. ദൈവാത്മാവിൽ ഞാൻ പറയാ, ചില അഡ്മിഷൻ കിട്ടാത്തതിന്റെ പേരിൽ ചില തലമുറകൾ കരയുക, ചില മാതാപിതാക്കൾ വിഷമിക്കുക. പക്ഷെ അത് മേത്തരമായ ചില നന്മയ്ക്കാണെന്ന് വെളിപ്പെടുന്ന 2025 ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തകർച്ചയുടെ സാക്ഷ്യം, മാന്യതയുടെ സാക്ഷ്യമായി ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടാൻ പോകുക. Oh Rabana Hature Waidal Kamana Jivarabal Proudabanam Pire Arthal Kamana Gadaga Shapane. Hallelujah. Hallelujah. സ്തോത്രം. ലേവിയുടെ ചില ആഗ്രഹങ്ങൾ, ലേവിയുടെ ചില സ്വപ്നങ്ങൾ തകർന്നുപോയെന്നോർത്തവൻ കരയണ്ട. നിന്റെ വാളുകൾ മൂർച്ച കൂട്ടിക്കോ. സ്തോത്രം. അവരുടെ ആയുധങ്ങൾ സാഹസത്തിന്റെ ആയുധങ്ങൾ എന്ന് പറയുമ്പോഴും അതിനെ തള്ളിക്കളയാതെ മൂർച്ച കൂട്ട്. ആമേൻ. ലേവി എല്ലാ ദിവസവും വാളെടുത്ത് മൂർച്ച വരുത്തും, തിരികെ വയ്ക്കും, മൂർച്ച വരുത്തും, തിരികെ വയ്ക്കും. ആമേൻ. എന്നാൽ ഓർത്തോ, അതിനൊരു അവസരം വരാൻ പോകുകയാണ്.
അതൊരു അവസരം വരാൻ പോകുകയാണ്. ശുശ്രൂഷ തീർന്നിട്ടില്ല, ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല. നീ മൂർച്ച കൂട്ടിക്കോ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നീ പ്രാർത്ഥിച്ചോ. വേദികൾ ഒരുക്കപ്പെടാൻ പോകുക. നിന്റെ വേദികൾ കൊട്ടിയടച്ചവരുടെ മുമ്പിൽ അപവാദങ്ങൾ പറഞ്ഞ്, കൊട്ടിയടച്ചവരുടെ മുമ്പിൽ നിന്നെ കുറിച്ച് ദോഷം പറഞ്ഞ്, നിന്റെ യോഗങ്ങൾ നിർത്തിവെച്ചവരുടെ മുമ്പിൽ നിന്റെ ശുശ്രൂഷയെ തകർത്തെന്ന് വിചാരിക്കുമ്പോൾ ആത്മാവിൽ ദൂത് പറയുക, നീ വാളിന് മൂർച്ച കൂട്ടിക്കോ. ചില വെളിപ്പാടുകൾ ദൈവാത്മാവ് ഇന്ന് പകൽ പകരുക. ചില ഉള്ളങ്ങളോട് വചനത്തിന്റെ വെളിപ്പാടുകൾ പകരുക. എല്ലാം അസ്തമിച്ചു. ഇനി എന്റെ മുമ്പിൽ വഴി തുറക്കപ്പെടത്തില്ല, എനിക്കിനി മുൻപോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് നീ ചിന്തിച്ച് ഉറപ്പിച്ചു വച്ചിരിക്കുമ്പോൾ ഭാരപ്പെട്ടു പോകരുത്. ശൂന്യതയിലും വാളിന് മൂർച്ച കൂട്ട്. നീ വെളിയിൽ വരാൻ പോകുകയാ. ആമേൻ. മോശ താഴോട്ട് ഇറങ്ങി വന്നൊരു ഒറ്റ ചോദ്യം ചോദിച്ചു. എല്ലാ ചോദ്യങ്ങളും മാറ്റിയിട്ട് ഒറ്റ ചോദ്യമാ, യഹോവയുടെ പക്ഷത്തുള്ളവൻ. സ്തോത്രം പറഞ്ഞാട്ടെ. ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നിട്ട് ഇങ്ങനെ പറയും, മോശേ അങ്ങനെ ഒരു നിയമമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആള് കുറവായിരിക്കും. യഹോവയുടെ പക്ഷത്തുണ്ടായിരുന്നവർ എന്നൊരു ചെറിയ തിരുത്ത് വരുത്തിയും കൊണ്ടല്ലോ സകല എണ്ണവും വന്നേനെ. അതുകൊണ്ട് മോശ പറഞ്ഞു ഇപ്പോൾ ഉള്ളവര്. സ്തോത്രം പറഞ്ഞാട്ടെ. ഞാനാണ് പറഞ്ഞേനെ, അതെ അഹരോനും കൂടെ നമുക്ക് ഈ കമ്മിറ്റിയിൽ എന്ത് ചെയ്യണം. സ്തോത്രം പറഞ്ഞാട്ടെ. ഈ നമ്മുടെ സഭാ ജനറൽ ബോഡിയും സെൻട്രലിന്റെ ജനറൽ ബോഡിയും ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ചിലർക്കൊരു തൃപ്തി വരത്തില്ല. ഈ കാരണം ഇന്നലെ വരെ കൂടെ നിന്ന ചിലരൊക്കെ ഒഴിവാക്കപ്പെടുമ്പോൾ ഒരു സ്പെഷ്യൽ കൺസെഷൻ അല്ലേ വാസു, ഒരു സ്പെഷ്യൽ കൺസെഷൻ കൊടുക്കണം. ഒരു സ്തോത്രം പറഞ്ഞാൽ ഒരു കൺസെഷനും ഇല്ല. ലേവി ചാടി വന്നു. നിങ്ങൾ ചിന്തിക്കുക, അല്പനിമിഷം വരെ അവന്റെ മനസ്സിലൊരു പ്രതീക്ഷയില്ലായിരുന്നു. ഇന്ന് പകൽ ചില പ്രതീക്ഷകൾ തുടങ്ങുന്ന ദിവസമാണ്. തലമുറയുടെ ഭാവിയെ വിധി എഴുതി മാറ്റിയെടുത്ത് ചിലത് പുതുതായി ചിന്തിച്ചു തുടങ്ങാൻ പോകുക. അത്ഭുതകരമായ ചില മാറ്റങ്ങൾ നിന്റെ തലമുറയുടെ മേൽ ഇന്ന് പകൽ പ്രകടമാകാൻ പോകുക. ആമേൻ. ഇന്ന് പകൽ ആത്മാവ് എന്നോട് വ്യക്തമായി പറയുന്നു, ചില മാതാക്കളുടെ കണ്ണുനീരുകൾ, ചില പിതാക്കന്മാരുടെ ഹൃദയത്തിന്റെ ഞരക്കങ്ങൾ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, നിന്റെ തലമുറയുടെ മേൽ അത് അഭിഷേകമായി ഇറങ്ങാൻ പോകുക. തലമുറയുടെ മേൽ വ്യത്യസ്തമായ സ്വഭാവമായി ഇറങ്ങാൻ പോകുക. ചില മാറ്റി നിർത്തിയപ്പെട്ടത് ചിലതിനെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുക. മനുഷ്യൻ എഴുതി തള്ളിയതിനെ, മനുഷ്യൻ മാറ്റി നിർത്തിയതിനെ, മനുഷ്യൻ വേണ്ടെന്ന് പറഞ്ഞതിനെ, മനുഷ്യൻ ഇനി ഭാവിയിൽ എന്ന് പറഞ്ഞതിനെ, ഇനി മുൻപോട്ട് വരത്തില്ലെന്ന് പറഞ്ഞതിനെ എന്റെ മകൻ ആത്മാവിൽ വിളിച്ചു പറയുക, എന്റെ ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ പോകുക. ശൗലുമുണ്ടോ പ്രവാചക ഗണത്തിൽ എന്ന് അത്ഭുതത്തോടെ പറയത്തക്കവണ്ണം ചില തലമുറകളെ അഭിഷേകം ചെയ്ത് ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുക. നിന്റെ ഉപവാസം വെറുതെയല്ല, നിന്റെ കണ്ണുനീര് വെറുതെയല്ല, നിന്റെ പ്രാർത്ഥന വെറുതെയല്ല. എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു മാറ്റവും ഇല്ല. ഓരോ ദിവസവും സ്ഥിതികൾ മാറിക്കൊണ്ടിരിക്കുക. ഇനി എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല. അബ്രഹാം കൊടുത്ത ഒരു തുരുത്തി വെള്ളവുമായി വലിയ പ്രതീക്ഷയോടെ ഹാഗാർ, എനിക്കറിയത്തില്ല ആത്മാവെന്നെ മറ്റൊരു തലത്തിലേക്ക് നയിക്കുന്നതുകൊണ്ട് ഈ ദൂത് ഇങ്ങനെ പറയുന്നത്, ഹാഗാർ ആമേ കുഞ്ഞിനെയും എടുത്തു വെച്ചുകൊണ്ട് അവൾ മരുഭൂമിയിൽ ഉഴന്നു നടന്നു.
എന്താ ആകാരം ഈ മരുഭൂമി നീ ഉഴന്ന് നടക്കുന്നത്? അവൾ പറയും, ചില നാളുകൾക്ക് മുമ്പ്, ചില മാസങ്ങൾക്ക് മുമ്പ്, ചില വർഷങ്ങൾക്ക് മുമ്പ് ഇതേ മരുഭൂമി ഞാൻ ഒരിക്കൽ വന്നപ്പോൾ എന്റെ മുമ്പിൽ ഒരു ദൂതൻ വന്നിട്ട് പറഞ്ഞു, ഹാഗാറേ നീ മടങ്ങിപ്പോ. എന്റെ ലക്ഷ്യമതാ, ഈ വഴിത്താരയിൽ എവിടെങ്കിലും ഞാനൊരു ദൂതനെ കാണും. ദൂതൻ എന്നെ തിരിച്ച് അബ്രഹാമിന്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കും. ആമേൻ, സ്തോത്രം. എന്നാൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. തുരുത്തിയിലെ വെള്ളം തീരുന്നത് വരെ അവളുടെ പ്രതീക്ഷ. അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ അവൾ ഒരു അൻപിൻപാട് ദൂരത്തിട്ടു. ഇട്ടു എന്ന മലയാളം കുഞ്ഞിനെ അവൾ വലിച്ചെറിഞ്ഞു. കാരണം മരണത്തിന്റെ മുൻപിൽ ഇനി ഒരു രക്ഷയുമില്ല. അർത്ഥപ്രാണനായ കുഞ്ഞിനെ ഉപേക്ഷിച്ചു, അവൾ വലിച്ചെറിഞ്ഞു. പൈതലിന്റെ മരണം എനിക്ക് കാണണ്ട. നിന്റെ പ്രാർത്ഥന എവിടെ? നിന്റെ വിശ്വാസം എവിടെ? നീ ഇന്നലകളിൽ ഇതിനാണോ ഉഴന്നു നടന്നത്? ഹാഗാറേ, നീ ഇതിനാണോ ഉഴന്നു നടന്നത്? നിന്റെ കയ്യിലിരുന്ന പ്രാർത്ഥനാ വിഷയം പോലും നീ വലിച്ചെറിഞ്ഞു കളഞ്ഞു. എനിക്കറിയത്തില്ല ആത്മാവ് ആരോടൊക്കെയോ എന്റെ മകൻ വ്യക്തമായി ആലോചന പറയുക. ഇന്നലകളിൽ നിന്റെ ഡയറിയിലെ പ്രാർത്ഥനാ വിഷയം നീ ഇന്ന് അത് ഒന്നുകൂടെ എടുത്തെഴുതാൻ പഠിക്കുക. നീ ഉപേക്ഷിച്ച് കളഞ്ഞ ചില വിഷയങ്ങൾ, പ്രാർത്ഥനയുടെ ലിസ്റ്റിൽ നിന്ന് മനഃപൂർവ്വമല്ലാതെ എടുത്തു മാറ്റിയ ചില വിഷയങ്ങൾ ഇനി അത് നടക്കത്തില്ല. ദൈവാത്മാവ് ഇങ്ങനെ പറയുക, പരസ്യമായി ആളുകൾ കേൾക്കാൻ നീ പ്രാർത്ഥിച്ച പല വിഷയങ്ങളും ഇന്ന് പരസ്യ വിഷയമല്ല. നിനക്കത് പ്രാർത്ഥിക്കാൻ നാണക്കേടാ. നീ ഊർജ്ജസ്വലതയോടെ പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾ, വിളിച്ചു പറഞ്ഞ ചില വിഷയങ്ങൾ, വിശ്വാസത്തിന്റെ ചില വാക്കുകൾ, അത് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, അത് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ ഇന്ന് പകൽ വിളിച്ചു പറ, കോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ലെങ്കിൽ നിന്റെ പ്രാർത്ഥനാ വിഷയം നിലത്തു വീണ് ചാകുന്നില്ലെങ്കിൽ, നിന്റെ വിശ്വാസത്തിന്റെ വാക്കുകൾ നിലത്തു വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയിരിക്കും. പക്ഷെ ഇന്നലകളിൽ ചത്തുപോയ ചില വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ചത്തുപോയ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ, ഇല്ലാതെയായ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഇനി പുറത്തു വരത്തില്ലെന്ന് നീ തന്നെ വിധിയെഴുതി, നീ തന്നെ അടച്ചു കളഞ്ഞ ചില വിഷയങ്ങൾ അത് പുറത്തു വരാൻ പോകുകയോ? ഓ റബാന ഹസ്സുരി ദിഗൽഖന ഉദരബാരഗൽ ഖനാദിയംഫനെ നീ പ്രാർത്ഥിച്ച വിഷയം പരസ്യമായി ചാകും. നീ പരസ്യമായി വിളിച്ചു പറഞ്ഞത് പരസ്യമായി അവഹേളിക്കപ്പെടും. നീ പരസ്യമായി പ്രാർത്ഥിച്ചത് ആളുകൾ മുഖത്ത് നോക്കി ചോദിക്കും. 100 അനുഭവങ്ങളുണ്ട് മക്കളെ. ഞാനിപ്പോ ശുശ്രൂഷിക്കുന്ന സഭയില് സ്വത്രം ഒരു ഓഡിറ്റൊരു കെട്ടിടമായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ. സ്വത്രം അവിടെ ഒരു ഞായറാഴ്ച സഭായോഗം കഴിഞ്ഞു. ഉച്ചയ്ക്ക് കുഞ്ഞുങ്ങളുടെ സൺഡേ സ്കൂൾ നടക്കുക. സ്വത്രം താഴെ മഴ പെയ്യുമ്പോൾ ഈർപ്പം മുകളോട്ട് പൊങ്ങും, മുകളിൽ നിന്ന് മഴ പെയ്യുമ്പോൾ വെള്ളം താഴോട്ട് വീഴും. ആരാധനയ്ക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകും. ഒരു ദിവസം ആരാധന കഴിഞ്ഞു, നല്ല മഴയുള്ള സമയമാ. ആരാധന കഴിഞ്ഞു, കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിൽ താഴെ ഇരിക്കാൻ പറ്റുന്നില്ല. കസേരയിൽ നിന്ന് കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളൊക്കെ പഠിച്ചിട്ട് ഒരു പറ്റം കുഞ്ഞുങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി അവർ പടി അങ്ങോട്ട് കഴിയുമ്പോൾ മുകളിൽ നിന്ന് ഒരു 10-15 ഓടും അതിന്റെ പട്ടികയിലും എല്ലാം കൂടെ പൊട്ടി ഈ കുഞ്ഞുങ്ങൾ ഇരുന്ന് ആ കസേരയിലോട്ട് വീണു. ആ കസേരയിൽ 3 കസേര അവിടെ വെച്ച് തൽക്ഷണം പൊട്ടിച്ചതറി. സ്വത്രം എന്റെ ഉള്ളിൽ വലിയ ഭാരം തോന്നി. ഞാൻ ദൈവസന്നിധിയിൽ ഒത്തിരി കരഞ്ഞു. കർത്താവേ, ഞങ്ങൾക്കൊരു ആലയം തരണമേ. ദൈവസന്നിധി കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്കൊരു ആലോചന തന്നു. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ഞാൻ പിറ്റേ ദിവസം പോയി സ്വന്തം ഫ്ലെക്സ് അടിച്ചു. ആ ഫ്ലെക്സിൽ നിങ്ങൾ എഴുതി വെച്ചു, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ഞങ്ങളുടെ ആലയത്തിന്റെ പുറകിലത്തെ ഭാഗത്ത് ഒരു ഭാഗത്ത് അതിങ്ങനെ എഴുതി വെച്ചു, സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും. വിശ്വാസത്താൽ പണി ആരംഭിച്ചു. സ്തോത്രം. ഒരു ദിവസം ഞാൻ സഹോദരന്മാരോട് ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം, നമുക്ക് നാളെ പണിക്ക് പൈസയില്ല, ഒരു പൈസയില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ശുശ്രൂഷ കിട്ടിയതും ഓരോ ദിവസവും പോയി ശുശ്രൂഷ കിട്ടുന്ന പൈസ എല്ലാത്തിനും വേണ്ടി ചെലവാക്കുക. സ്വത്രം കടം വാങ്ങിച്ച് ചെലവാക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, നാളത്തെ പണിക്ക് പൈസ ഇല്ല. അപ്പോൾ സഹോദരന്മാരെല്ലാം കൂടെ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, പാസ്റ്ററല്ലേ പറഞ്ഞ സ്വർഗത്തിൽ ദൈവം കാര്യം സാധിപ്പിക്കും. എന്നെ ഏറ്റവും കൂടുതൽ വേദനപ്പെടുത്തിയ ഒരു വാക്കാണ് ഞാൻ വിളിച്ചു പറഞ്ഞ വിശ്വാസം. എല്ലാ ആഴ്ചയിലും സഭായോഗത്തിന്റെ മധ്യഭാഗത്ത് സഭയിലുള്ള ദൈവമക്കൾ എല്ലാം എഴുന്നേറ്റ് നിൽക്കും. സങ്കീർത്തനമൊക്കെ വായിച്ചിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ പറയാൻ പറയും, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും.
സ്തോത്രം പറഞ്ഞാൽ അന്ന് രാത്രി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാതെ ദൈവമേ, ഞാൻ വിളിച്ചു പറഞ്ഞത്, ഞാൻ പറഞ്ഞത് ആമേ മറ്റുള്ളവർ എൻ്റെ തലയിലോട്ട് വെക്കുകയാണല്ലോ, എന്താ ചെയ്യുന്നത്? സ്വത്രം ദൈവം അടുത്ത വാക്ക് എനിക്ക് തന്നു. നെഹമ്യാവിന്റെ പുസ്തകത്തിലെ വാക്യമാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞങ്ങൾ എഴുന്നേറ്റ് പണിയും, ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഞങ്ങളുടെ ആമേ മെയിൻ കോൺക്രീറ്റിന്റെ ദിവസം സ്വത്രം 300 രൂപയുണ്ട് എൻ്റെ പോക്കറ്റിൽ. 300 രൂപ ആരോ രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ തന്ന 300 രൂപയുണ്ട്. ആമേ ഞാൻ കോൺക്രീറ്റിന്റെ ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്തു. സ്വത്രം ഇത് അനുഭവമായി കൊണ്ടാണ് വിളിച്ചു പറയുന്നത്. കോൺക്രീറ്റിന്റെ ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്തു. ആമേ എല്ലാ സാധനവും ആളുകൾ കടം കൊണ്ടിറക്കുക, കമ്പി ഉൾപ്പെടെയുള്ള പണിക്കാരെല്ലാം ആമേ എല്ലാം കടമായിട്ട് കൊണ്ടിറക്കി. സാധനങ്ങളെല്ലാം പാസ്റ്റർ വിളിച്ചു പറഞ്ഞപ്പോഴത്തെ എല്ലാ സാധനവും ഇറക്കി. ആമേ മണലിറക്കി, മെറ്റിലിറക്കി, സകല സാധനവും ഇറക്കി. എനിക്ക് രാവിലെ കോൺക്രീറ്റ് രാവിലെ സ്വത്രം അവിടെ നിന്ന് ജോലിക്കാർക്ക് ചായ വാങ്ങിച്ചു കൊടുക്കണം. 300 രൂപ പോക്കറ്റിൽ ആരോ രാവിലെ പ്രാർത്ഥിച്ചവൻ തന്നെയാ. ഒറ്റ സഹോദരന്മാരോട് ഞാൻ പറഞ്ഞില്ല, കാരണം പറഞ്ഞാൽ അവർ ചോദിക്കും സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കത്തില്ലേ. അവർ ചോദിക്കുന്ന കളിയാക്കിയല്ല, അവരുടെ ഇല്ലായ്മയുടെ നടുവില ആമേൻ നിത്യ ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളാ. അവരെ കൊണ്ട് കഴിയുന്ന എല്ലാം അവർ സഹായിച്ചു. പക്ഷേ എനിക്കിനി അവരോട് പറയാൻ പറ്റത്തില്ല. സ്വത്രം ആമേൻ ആ കോൺക്രീറ്റ് വെച്ചത് ഒരു വെള്ളിയാഴ്ചയാണ്. ഞങ്ങളുടെ സഭയിലെ അമ്മച്ചിമാർ തലയാഴ്ച ഞാൻ പറഞ്ഞു, ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയില്ല, കോൺക്രീറ്റാ, മഴയുടെ ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് വെള്ളിയാഴ്ച പ്രാർത്ഥന നമുക്കില്ല എന്ന് പറഞ്ഞു. സ്വത്രം അപ്പോഴത്തേക്ക് അവൻ അതൊന്നും അറിയാത്ത, ഈ ഫോൺ സൗകര്യം ഇല്ലാത്ത, മറ്റു കാര്യങ്ങളൊന്നും അറിയാത്ത 3-4 അമ്മച്ചിമാരവിടെ വന്നു. ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വന്നേ. അവർ വന്നപ്പോൾ കോൺക്രീറ്റിനുള്ള ക്രമീകരണം ചെയ്യാം. സ്തോത്രം. അപ്പൊ അവര് എൻ്റെ അടുത്ത് ചോദിച്ചു, പാസ്റ്റേ ഇന്ന് കോൺക്രീറ്റ് ആണോ? ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു പെട്ടെന്ന് ക്രമീകരിച്ചതാ. അപ്പോൾ അത് നടക്കാൻ പോവാ. അപ്പൊ അമ്മച്ചിമാർ ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു സ്തോത്രം. അമ്മച്ചിമാരോട് ചോദിച്ചു മുട്ടിന് കുഴപ്പമല്ലോ ഉണ്ടോ? ഇല്ല. സ്തോത്രം. മുട്ടിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ. എന്നാൽ അപ്പുറത്ത് നമ്മുടെ ഷെഡിനകത്തോട്ട് പോയി മുട്ടുമ്മേലിരിക്കാൻ പറഞ്ഞു. അമ്മച്ചിമാര് മുട്ടുമ്മേ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം കൂടി ഞാൻ പറയട്ടെ, അവർ പ്രാർത്ഥന അങ്ങോട്ട് ആരംഭിച്ചപ്പോൾ ആമേ എൻ്റെ ആമേ അകത്ത് ആമേ ഷർട്ടിന്റെ പോക്കറ്റിൽ കിടന്ന ഫോണിനകത്ത് കോൾ വരികയാണ്. സ്വത്രം. എൻ്റെ വൈഫ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ കുറേ നേരം കൊണ്ട് ഫോൺ അടിക്കുന്നു. സ്വത്രം. ഞാൻ പറഞ്ഞു ഇവിടെ കോൺക്രീറ്റ് എടുക്കാം, ഞാനും കൂടെ ജോലിക്ക് നിൽക്കുക, ഞാനങ്ങനെ ഫോൺ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പറഞ്ഞു, ആമേ പോയി എടുത്തു നോക്ക്. അങ്ങനെ എടുത്തു. ഫോൺ എടുത്തപ്പോൾ ആദ്യത്തെ കോള്, ആമേ പാസ്റ്റർ എവിടാ? ഞാൻ പറഞ്ഞു സഭയിൽ കോൺക്രീറ്റ് നടക്കുക. പാസ്റ്റർ എന്താ ഞങ്ങളെ കോൺക്രീറ്റിന് വിളിക്കാത്തത്? ഞാൻ പറഞ്ഞു പെട്ടെന്ന് ക്രമീകരിച്ചതാ, എന്നാലും പാസ്റ്റർ പെട്ടെന്ന് ഇവിടം വരെ വരണം എന്ന് പറഞ്ഞു. സ്വത്രം. ഞാൻ ആമേൻ പെട്ടെന്ന് എൻ്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവിടം വരെ ചെന്നപ്പോൾ ആ സഹോദരി ആദ്യത്തെ ഗഡു 25,000 രൂപ എടുത്ത് കൈ തരിക. ഞാനത് വാങ്ങിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞു, സ്വത്രം പറഞ്ഞ് ആമേ വീട്ടിലെത്തുന്നതിന് മുമ്പേ അടുത്ത കോള് വരിക. ഞങ്ങളുടെ ആമേ ചർച്ചിന്റെ അടുത്തുള്ള CSI ചർച്ചിലെ അവിടുത്തെ ഇപ്പോഴത്തെ ഡീക്കനാ, അദ്ദേഹം എന്നെ വിളിക്കുക, പാസ്റ്റർ എവിടാ? സ്വത്രം. ഒന്ന് വീട് വരെ വാ. സ്വത്രം. ചുരുക്കം പറഞ്ഞാൽ അന്ന് വൈകുന്നതിനകത്ത് ഞാൻ ഈ ഇടയ്ക്ക് കോൺക്രീറ്റ് നിൽക്കും, ഓടും. ഓരോരുത്തരും ഇങ്ങോട്ട് വിളിക്കും, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ ദൈവം ഇടയാക്കിയിട്ടില്ല. വൈകുന്നേരം കോൺക്രീറ്റ് കഴിഞ്ഞ് സകല ആളുകളെയും പൈസ കൊടുത്ത് കഴിഞ്ഞ് 30,000 രൂപ എൻ്റെ കൈവശമുണ്ട്. സ്വത്രം പറഞ്ഞാട്ടെ, സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കുമെന്ന് വിളിച്ചു പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദി ദൈവമാ, ഉത്തരവാദി ദൈവമാ. നീ തകർന്നു പോകരുത്. വിശ്വാസത്തിൽ അടുത്ത സ്റ്റെപ്പ് വെക്കാൻ വഴി നോക്കിയിട്ടല്ല, നീ വിശ്വാസത്താൽ കാലെടുത്ത് വെക്കുമ്പോൾ നിന്റെ മുന്നിൽ സ്റ്റെപ്പ് ഒരുക്കി വെക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കോതമ്പ് മണി എന്ത് ചെയ്യണം? നിലത്ത് വീണ് ചാകണം. പ്രതിസന്ധികൾ ദൈവപൈതന്റെ അവസാനമല്ല, അതവന്റെ ചവിട്ടുപടിയാണെന്ന് വിശ്വസിക്കാൻ കഴിയണം. നിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാൻ ദൈവമായി അയച്ച ഒരു ചവിട്ടുപടിയാ. നിന്റെ മുമ്പിലുള്ള പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങൾ നീ അതിൽ ചവിട്ടി മുൻപോട്ട് പോ. ഏത് പ്രതിസന്ധികളെയും ചവിട്ടി നീ അക്കരെ എത്തുവാനിടയാകും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു. അങ്ങനെ ശരിക്കുള്ള ഭാഷയിൽ ഷി കാസ്റ്റ് ഹർ ചൈൽഡ് എന്ന കുഞ്ഞിനെ അവൾ എന്ത് ചെയ്തു? എറിഞ്ഞു എന്ന് പറഞ്ഞാൽ മരിച്ചു, ഉറപ്പായി. സ്തോത്രം പറഞ്ഞ വെന്റിലേറ്റർ കിടക്കുന്ന രോഗിയെ പോലെയായി. ഡോക്ടർ പറഞ്ഞു ഒരു രക്ഷയില്ല, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ വാഗ്ദത്തം എത്തി. ഇവിടെ ഇരുന്ന്
പ്രസംഗം കേൾക്കുമ്പോൾ കൈയടിക്കുന്നെങ്കിലും, പാട്ടുച്ചത്തിൽ പാടുന്നെങ്കിലും, വചനമുച്ചത്തിൽ വിളിച്ചു പറയുന്നെങ്കിലും അകത്തളത്തിൽ ശൂന്യത. ജീവിതത്തിൽ നീ അടിയൊരയിട്ട് കഴിഞ്ഞു, ഇനി മുൻപോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് നിനക്ക് മാത്രം അറിയാം. ബാല്യക്കാരൻ അറിയത്തില്ല നീ ചൂരച്ചെടിയുടെ തണലിലേക്കാ പോകുന്നെന്ന്. ആരോടും പറയാത്ത, ആരെയും അറിയിക്കാത്ത ജീവിതത്തിന്റെ ചില തകർച്ചകളുമായി ഈ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ദൈവം, ഉറവ തുറക്കാൻ കഴിവുള്ള ദൈവം. ഒരു ഉറവ നിശ്ചയമായും തുറക്കും. എഴുതി വെച്ചോ, ഒരു ഉറവ നിശ്ചയമായും തുറക്കും. നിനക്ക് വേണ്ടി ഒരു ഉറവ ഈ യോഗം കഴിയുമ്പോ ദൈവം തുറന്നിരിക്കും. അതിന് രണ്ടു പക്ഷമില്ല. നിന്റെ ഭർത്താവിനോ ഭാര്യയ്ക്കോ സഹോദരങ്ങൾക്കോ അറിയാത്ത നിന്റെ മാനസിക തകർച്ചയുടെ മേൽ ദൈവത്തിന്റെ ഉറവ തുറക്കാൻ പോകുന്നെന്ന് എന്റെ മക ദൈവമക്കൾ വിശ്വസിക്കാം. എന്റെ വിഷയത്തിൽ നിന്ന് ഒത്തിരി മാറിപ്പോയെന്ന് എനിക്കറിയാം. ശ്രദ്ധിക്കുക, ദാവീദിനോട് മൂത്ത ജ്യേഷ്ഠൻ ഏലിയാവ് ചോദിച്ച ചോദ്യമാണ് നാം വായിച്ചത്. അവൻ ദാവീദിന് കൊടുത്ത സർട്ടിഫിക്കറ്റ്, നീ അഹങ്കാരി, നീ നിഗളിയ, നീ അഹങ്കാരി. അവിടെ വേറെ അപ്പീലില്ല. സ്വത്രം പറഞ്ഞാട്ടെ. അപ്പൻ പറയുന്നതാണ് ഇസ്രായേലിൽ ഒരു മനുഷ്യന്റെ ക്യാരക്ടർ. എന്നാൽ ചിലയിടങ്ങളിൽ അപ്പനെ പോലെ അധികാരം ആർക്ക് കൊടുത്തിട്ടുണ്ട്? മൂത്ത ജ്യേഷ്ഠന് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടോ? ഒരു സ്വത്രം പറഞ്ഞാട്ടെ. മൂത്ത ജ്യേഷ്ഠൻ തന്റെ സഹോദരങ്ങളെ കുറിച്ച് എന്തു പറയുന്നു അത് ലോകം അംഗീകരിക്കും. അപ്പൊ ഏലിയാവ് ആരുടെങ്കിലും വീട്ടിൽ പോയിരുന്നല്ല പറഞ്ഞത്. SMS അയച്ചോ വാട്സാപ്പ് സന്ദേശമോ ഒന്നും അല്ല പറഞ്ഞത്. ഒരു വലിയ സമൂഹം നോക്കി നിൽക്കുമ്പോ അവനെ നോക്കി പറയാ, നീ അഹങ്കാരിയ. പറയാൻ എളുപ്പമാ, അനുഭവിച്ചവർക്കറിയാം. ഒരു വലിയ ക്രൗഡിന്റെ മുൻപിൽ അപമാനിക്കപ്പെടുകയാണ്. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടോ? എന്താ ഇവരിങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നൊരു കാരണമുണ്ട്. എന്തെന്നറിയാമോ? യുവമാരെല്ലാം സൈന്യത്തിലെ വലിയ ആളുകൾ. കാരണം ഏലിയാബും ശമ്മയുമൊക്കെ ശൗലിന്റെ പട്ടാളത്തിലെ മിടുക്കന്മാരാണ്. ഞങ്ങളുടെ അടുത്തൊരു ഹോട്ടലിൽ കയറി ഞാൻ രണ്ടല്ല നമ്മൾ പറയുന്ന 4 ദോശ കഴിച്ചു. ഓംലെറ്റ് ചോദിച്ചോ, ഒരു കേട്ടില്ല, അതുകൊണ്ട് കിട്ടിയില്ല. അപ്പോൾ 4 ദോശ മാത്രം കഴിച്ചു. ഒരു ചായയും കുടിച്ചു. സ്വത്രമൊക്കെ പോയി. ഞങ്ങളെല്ലാം ഉപവാസമായിരിക്കുമ്പോൾ ഉപദേശിച്ച് ചായയും ദോശയുടെ കഥ പറയാം. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ഞാനത് കഴിച്ചിട്ട് ഇറങ്ങാൻ നോക്കുമ്പം എനിക്ക് മുമ്പേ ഒരു മേശരി വന്ന് എൻ്റെ ബില്ലും കൊടുത്തു. പുള്ളി പക്ക ഹിന്ദുവാ. നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടോ? ഞങ്ങളുടെ ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ നടത്തിപ്പുകാരൻ്റെ ഒരു പ്രധാനിയാണ് ഈ പുള്ളി. ഒരു മേശരിയാ. അദ്ദേഹം എൻ്റെ ബില്ലും കൊടുത്തു. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, ഞാൻ കൊടുക്കാം, ഞാൻ കഴിച്ചത് ഞാൻ കൊടുക്കും. ഇല്ല, പാസ്റ്റർ ബില്ലല്ലേ, ചെറിയ ബില്ലല്ലേ, ഞാൻ കൊടുത്തേക്കാന്ന് പുള്ളി അങ്ങ് കൊടുത്തു. സ്വത്രം പറഞ്ഞാട്ടെ. നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടോ? ഒരു വിശ്വാസി കടയിൽ നിൽക്കുന്ന കണ്ടപ്പം അവിടെ കയറാതെ അടുത്ത കടയിൽ പോയ പുള്ളികളെ അറിയാം. കാരണം അവൻ്റെ കൂടെ പൈസ കൊടുക്കണമെന്ന് വെച്ചു. നിങ്ങളുടെ കാര്യമല്ല, ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾ എന്തിനു വിഷമിക്കുന്നു? നിങ്ങൾ സ്വത്രം പറയുന്നേ. ആ സൈസ് നിങ്ങളുടെ ഇടയിൽ ഇല്ലാത്തതിനായിട്ട് സ്വത്രം. ഞാൻ ഒരിക്കൽ പണ്ടൊരു ദേവദാസനുമായിട്ട് അങ്ങ് അടൂരൊരു മീറ്റിങ്ങിന് ബൈക്കിൽ പോയി. അപ്പം മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ പുറകിരിക്കുക. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു സിഗ്നലുണ്ട്. ആ സിഗ്നലിൽ വന്ന് വണ്ടി ചവിട്ടി. അപ്പോൾ 2 മിനിറ്റ് അവിടെ നിൽക്കണം. അപ്പോൾ പുള്ളി പറഞ്ഞതാ, എൻ്റെ സഹോദരിയുടെ വീട് അതായിരിക്കുന്നെന്ന് പറഞ്ഞു. ഏതാ? തൊട്ടടുത്ത് ഇങ്ങനെ കൈ ചൂണ്ടിയ കൈക്ക് വിരലിന് ഇത്രയോടെ നീളം ഉണ്ടായിരുന്ന ആ വീടിൻ്റെ ടെറസിൽ മുട്ടുമായിരുന്നു. അല്പം കൂടെ നീളം മതിയായിരുന്നു. അത്രയ്ക്ക് അടുത്താ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, നമുക്കൊന്ന് കയറിയിട്ട് പോകാം. വേണ്ട, 200 രൂപ പോക്ക. മിച്ചറൊക്കെ വാങ്ങിച്ചോണ്ട് കയറണ്ടേ? സ്വന്തം നിങ്ങൾ പോയോ എല്ലാവരും? ഇവിടെ ബന്ധങ്ങളെ പണത്തിന്റെ പേരിൽ അവഗണിക്കുന്നവരുണ്ട്. പോട്ടെ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ ഈ ശൗലിന്റെ അടുക്കൽ
ദാവീദ് എന്ത് ചെയ്യുമായിരുന്നു? അങ്ങോട്ട് വായിച്ച ആ വാക്യം. ദാവീദിനോട് എനിക്ക് ഇഷ്ടം തോന്നിയിരിക്കൊണ്ട് അവൻ എന്റെ അടുക്കൽ താമസിക്കട്ടെ എന്ന് പറയും. എന്റെ അടുക്കൽ താമസിക്കണം. അപ്പൊ ദാവീദ് ഒന്ന് കേക്കണേ, ആടിനെ മേയ്ക്കുകയാണെങ്കിലും താമസിക്കുന്ന കൊട്ടാരത്തില. ഇതാച്ചാ ചിലർക്ക് പിടിക്കാതെ. സ്വത്രം പറഞ്ഞ ചില സ്ഥലങ്ങളിലൊക്കെ വരുന്ന പരാതി, നമ്മളൊക്കെ സെൻട്രലിന്റെ എക്സിക്യൂട്ടീവ്സ് ഒക്കെ ആയിരിക്കുന്നതുകൊണ്ട് ഒത്തിരി പരാതി വരും. ചെറു അവിടെ പാസൊക്കെ 2 വണ്ടിയുണ്ട്. ഞാൻ പറഞ്ഞു 4 എണ്ണം വേണം. എന്താ ഇത്ര അസൂയ? ഓത്രമൊക്കെ പോയ അങ്ങടെ എന്റെ പാസ് 32 ലക്ഷം രൂപയ്ക്കാ വീട് വെച്ച സ്വത്രം. പിന്നെ നിങ്ങളുടെ പാസ് എന്നും ചെറ്റക്കൂടിനകത്ത് കിടക്കണോ? സ്വത്രം പറഞ്ഞാട്ടെ. നാളെ ഒരിക്കൽ ഒരാൾ എന്നോട് പറഞ്ഞു, ലേവിയരെ പോലെ കാണാം, ലേവിയർക്ക് ഒരു ഓഹരി ഇല്ലല്ലോ. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് അതിനകത്ത് കണക്ക് പഠിച്ചാൽ ലേവിക്കാ കൂടുതൽ. എത്ര ഗോത്രമുണ്ട് മക്കളെ? 12 ഗോത്രം. ലേവിക്ക് മാത്രം ഓഹരിയില്ല. 11 ഗോത്രത്തിന്റെ ദശാംശം ആർക്കാ? അത് കണക്ക് കൂട്ടുമ്പോൾ ഇവന്മാരെക്കാൾ കൂടുതലാ. നിങ്ങൾ ഇവിടെ ഉണ്ടോ? രൂപയും ഗോത്രത്തിന് 100 രൂപ കിട്ടിയെന്നിരിക്കട്ടെ. 10 രൂപ ആർക്ക് കൊടുക്കണം? ദശാംശം കണക്ക് ഞാൻ പഠിപ്പിക്കണം. 10 രൂപ ലേവിക്ക് കൊടുക്കണം. അപ്പൊ ഇവന്മാരെല്ലാം കൂടെ 11 പേരും കൂടെ ലേവിക്ക് കൊണ്ട് കൊടുത്തപ്പോ എത്രയായി? 110. രൂപേന്റെ എത്ര ഉണ്ട്? അതാ ദൈവത്തിന്റെ പദ്ധതി. ചുമ്മാ ആണോ കർത്താവ്? ഇത് തീ വഹിക്കുന്ന ശുശ്രൂഷയായി. ചില ആൾ എൻ്റെ മാതൃ ചർച്ച് പണ്ടൊരു പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി നല്ലൊരു ട്യൂട്ടോറിയൽ അധ്യാപകൻ. അതേപോലെ നിങ്ങൾക്കൊക്കെ എന്തോ വേണേ എണീറ്റ് ഒന്ന് പ്രസംഗിക്കണം, പൈസ കിട്ടാം. സ്വത്രം പറഞ്ഞ ട്യൂട്ടോറിയൽ അധ്യാപകനായ ഒരു ദിവസം വന്നിട്ട് പറയാണ്, നിങ്ങളെയൊക്കെ സമ്മതിക്കണം ഭാഷ. കാരണം പുള്ളി ആയിരിക്കുന്ന ഈ വായിട്ട് അലിക്കുന്ന നിസാര കാര്യമാണ്. പുള്ളി ട്യൂട്ടോറിയൽ വായിട്ട് അലിക്കുന്ന പോലെ ഒരു ദിവസം സഭയിൽ അല്പസമയം പ്രബോധനത്തിൽ കൊടുത്തു. അന്നേരം മനസ്സിലായി ട്യൂട്ടോറിയൽ വായിട്ട് അലിക്കുന്നതല്ല ഇത് കൃപയാ. ഇത് പോരാടിയിട്ടാ തരുന്നത്. ഈ മോളോടൊരു ദൂത് പറയാൻ ദൈവം എന്നെ ഏൽപ്പിച്ചോണ്ടല്ലോ. ആദ്യം ഇവൾക്കെതിരെയുള്ള അല്ലെങ്കിൽ ഇവളെ ചുറ്റിപ്പറ്റിയുള്ള സകല പോരാട്ടങ്ങൾ എന്റെ മുമ്പിൽ വന്ന്, പിന്നെ ഞാനിത് ആത്മാർത്ഥത്തോടെ പ്രസംഗിക്കാതിരിക്കാൻ എന്റെ പാരമ്പര്യ പോരാട്ടം കൂടെ വരും. ഇതിനെ രണ്ടിനെയും കൂടെ ആത്മാവിൽ വെട്ടിയിട്ട ഈ കുഞ്ഞിനൊരു ദൂത് ഞാൻ കൊടുക്കുന്നു. അങ്ങനെ മനസ്സിലാക്കണം. നിങ്ങൾ വിചാരിക്കും ഉപദേശിമാർ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ ചങ്കുപൊട്ടിയാ ഇരിക്കുന്നത്. സ്വത്രം പറഞ്ഞാട്ടെ. കഴിഞ്ഞ രാത്രി 11:30 ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് കയറിയത്. സ്വത്രം അല്പസമയം ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ചിട്ട് പിന്നെ മുട്ടുമടക്കുക. എന്തിനാ? ഇന്നത്തെ ദൂത് ഒരു ഗ്ലോറിയൊക്കെ പറയടക്കി. സ്വത്രം പറഞ്ഞാട്ടെ. ഞാൻ പെട്ടെന്ന് നിർത്താം. ഈ വിഷയം നമുക്ക് ബാക്കി വൈകുന്നേരം തുടരാം. എന്നോട് ശ്രദ്ധിച്ച ആ വാക്യം ഒന്ന് വായിച്ചേ പെട്ടെന്ന്. ആകയാൽ ശൗൽ ഇശ്ശായിയുടെ അടുക്കൽ ആളയച്ചു. ദാവീദിനോട് എനിക്ക് ഇഷ്ടം തോന്നി അവൻ എന്റെ അടുക്കൽ താമസിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ താമസം എവിടെ? കൊട്ടാരത്തിൽ. ശൗലിന്റെ ചേട്ടന്മാരൊക്കെ എവിടെ ഉണ്ട്? പാളയത്തിൽ. കൊട്ടാരം പാളയം വലിയ ദൂരമൊന്നുമില്ല. ഇവര് വൈകുന്നേരം പകല് യുദ്ധം, രാത്രി തിരിച്ചു വരും. അപ്പൊ ദാവീദ് ഈ കൊട്ടാരം കിട്ടിയെന്നും പറഞ്ഞ് പകലും രാത്രിയും കൊട്ടാരത്തിലൊന്നും അല്ല. ചില പുള്ളികൾക്ക് കൊട്ടാരം കിട്ടിയാൽ പിന്നെ പകലും രാത്രിയും കൊട്ടാരം. സ്വത്രം പറഞ്ഞില്ല. സ്വത്രം ഒന്നും പറഞ്ഞില്ല. പക്ഷെ കൊട്ടാരം കിട്ടിയാലും ദാവീദ് രാവിലെ ആടിനെ നോക്കി. ആമേൻ പറ നിങ്ങള്. അങ്ങനെയാണല്ലോ സ്വത്രം. അപ്പൊ ഈ ആടിനെ തീറ്റം പകല് പോകും, രാത്രി വരും. എന്താ ഈ രാത്രി ഒരു എക്സ്ട്രാ ജോലി? ഇവന് സ്നേഹം തോന്നിയെന്നൊക്കെ പറയുന്നത് ശരിയാ. പക്ഷെ എന്തിനാ സ്നേഹം തോന്നിയെന്നറിയാം? ഇവന് രാത്രി ആകുമ്പോൾ ദുരാത്മാവ് കയറും. ആർക്കാ? ചില എണ്ണത്തിന് സ്നേഹം തോന്നിയാൽ ഓർത്തോണം അവന്റെ മേലെ ഇരിക്കുന്നത്. മക്കളോട് ഞാൻ പറയാ, ഇപ്പോഴത്തെ പിള്ളേരുടെ ട്രെൻഡ് മൊത്തം. നാളെ ഒരു കൊച്ചനോട് പറയാണ്, പെന്തക്കോസിലൊന്നും നല്ല പിള്ളേരൊന്നും ഇല്ല ഭാഷ, അതുകൊണ്ടാണ് ഞാൻ പുറത്തുള്ളതിനെ ഒന്ന് കണക്ട് ചെയ്തത്. അതാകുമ്പോ മുടി നീട്ടി അച്ചാച്ചൻ സ്വത്രം പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിനെ കൗൺസിൽ ചെയ്യാൻ പോയി. സ്വത്രം അവർക്ക് ചെറിയൊരു അട്രാക്ഷൻ. ആളിനെ നോക്കി പഠിച്ചൊക്കെ വന്നപ്പോൾ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായെന്ന് കർത്താവിനെ കഴിഞ്ഞ് ഇവനെ കുറിച്ച് പറയാൻ പറ്റും. സ്തോത്രമൊക്കെ. ഒരു കുഞ്ഞിനെ ഒരിക്കൽ കൗൺസിൽ ചെയ്തപ്പോൾ ആ കൊച്ചു പറഞ്ഞിട്ടുണ്ട്, പെന്തക്കോസ്തിലേക്കാൾ നല്ല സ്നേഹം.
നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടോ? എൻ്റെ മോനെ എത്ര സ്നേഹമാണെങ്കിലും അവൻ്റെ അകത്തിരിക്കുന്ന ദുരാത്മാവ്. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടവൻ്റെ അകത്ത് തന്നെ ദുരാത്മാവ് ഉണ്ടെങ്കിൽ രക്ഷിക്കപ്പെടാത്ത എല്ലാ ചാച്ചന്മാരടയ്ക്കും രക്ഷിക്കപ്പെടാത്ത എല്ലാ ലവിന്റെ ഇടയ്ക്കും എന്തോ ഉണ്ട്? ദുരാത്മാവുണ്ട്. 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 ചോക്ലേറ്റ് വാങ്ങിച്ചു തന്നാലും ഫോൺ വാങ്ങിച്ചു തന്നാലും നീ എൻ്റെ എല്ലാമല്ലെന്ന് പറഞ്ഞാലും അവന്റെ അകത്ത് ദുരാത്മാവുണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ. ശൗല് ദാവീദിനെ സ്നേഹിച്ചു. ദാവീദ് ആമേൻ വിവേചനം വരെ ഉള്ളതുകൊണ്ട് അവൻ അറിയാം ഇവന്റെ അകത്ത് എന്തോന്നാ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം തിരിച്ചറിഞ്ഞോണം. സ്തോത്രം പറഞ്ഞാട്ടെ. മൈ സ്വീറ്റിന്നോ എന്തൊക്കെ പേര് പറഞ്ഞോ ഫോണിൽ വരുന്ന എല്ലാ മെസ്സേജും അവൻ ഇനി എത്ര സ്വീറ്റിയായിട്ട് ചിലപ്പോൾ ചില ആമയും കുഞ്ഞുങ്ങൾ പറയും അമ്മയപ്പനെ സ്നേഹിക്കുന്നതിനേക്കാൾ, എന്റെ സഹോദരനെ സ്നേഹിക്കുന്നതിനേക്കാൾ, എന്റെ സഭാപാസ്റ്റർ സ്നേഹിക്കുന്നതിനേക്കാൾ ഒരു കാളുമില്ല. ആ കാള് മൊത്തം ദുരാത്മാവാ. അത് ഒരു ദിവസം വെളിപ്പെട്ട് വരും. ഇതറിയണമെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കണം. ഈ ദാവീദിനെ ഇത്രയും സ്നേഹിച്ചവൻ ഇടയ്ക്ക് കുന്തം കൊണ്ട് ചെന്നു. അത് ചില സമയത്ത് വെളിപ്പെടും. അന്ന് മക്കളെ ഊരി വരാൻ പറ്റത്തില്ല. ഈ ഉപവാസ പ്രാർത്ഥനയും മടങ്ങി വാ, തീരുമാനങ്ങൾ എടുക്കുക. നമ്മെ സ്നേഹിക്കാൻ ദൈവത്തിനല്ലാതെ ആർക്കും കഴിയത്തില്ല. അത് കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിക്കാൻ സഹിപ്പാൻ കഴിയുന്ന ഒരേ ഒരു കൂട്ടരുണ്ടെങ്കിൽ നമ്മുടെ മാതാപിതാക്കളാണ്. അത് കഴിഞ്ഞാൽ നമ്മളെ അംഗീകരിക്കാൻ കൊള്ളാവുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ ദൈവസഭയാ. അപ്പോൾ ദൈവം, കുടുംബം, ദൈവസഭ, ഇതിനപ്പുറമായ ഒരു ബന്ധവും ശാശ്വതമല്ല. അതിന്റെ എല്ലാം പിന്നിൽ വ്യാപരിക്കുന്നത് പക്കാ ദുരാത്മാവാ. സ്തോത്രം. അപ്പൊ ദാവീദിനൊരു എക്സ്ട്രാ ജോലിയുണ്ട്. ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാം. ദാവീദിനൊരു എക്സ്ട്രാ ജോലി. ശൗലിന്റെ ദുരാത്മാവിനെ എന്ത് ചെയ്യും? കിന്നരമായി. അപ്പൊ എന്റെ ചിന്ത ദാവീദ് ഒരു നല്ല സഹോദര സ്നേഹിയാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കണേ. ദാവീദ് ഇടയ്ക്കിടയ്ക്ക് ശൗലിന്റെ അടുക്ക് വരുമ്പോ ആരടുത്തും പോവും? സഹോദരന്മാരടുത്ത് പോവോ? അത് നേരത്തെ അടൂര് വെച്ച് പറഞ്ഞ പുള്ളിയെ പോലെയാണോ നിങ്ങൾ? അല്ല, ദാവീദ് അങ്ങനത്തെ ആളൊന്നുമല്ല. ദാവീദ് ചേട്ടന്മാരടുത്തിയല്ലോ. പക്ഷെ രാത്രി ആയതുകൊണ്ട് ഇവന്മാർക്ക് വിചാരിക്കുന്നത് എന്താ അറിയാം, ഇവൻ പകലൊരിക്കലും വരത്തില്ല. അപ്പൊ ദാവീദ് ചോദിക്കും, ചേട്ടന്മാരെ ഇന്നത്തെ യുദ്ധം എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന യുദ്ധം എടാ, നീ ആടിനെയൊക്കെ മേയിച്ചോണ്ട് ഞങ്ങളാണ് എത്ര എണ്ണത്തിനെ ആടിച്ച് തകർത്തിട്ട് നിൽക്കാന്നറിയാം. കണ്ടോ ഞങ്ങളുടെ ആരോഗ്യം കണ്ടോ? ദാവീദ്, ദൈവമേ സ്തോത്രം, എനിക്ക് അവർ അത്ര എന്തോ ഇല്ല, ആരോഗ്യമില്ല. ചില എണ്ണത്തിന്റെ ഇടയ്ക്ക് പോയാൽ നമ്മുടെ ഉള്ള ഉയരും കൂടെ ചില ശക്തമായ പ്രാർത്ഥനയൊക്കെയാണ്. പക്ഷെ 2 ദിവസം കുടുംബക്കാരുടെ വീട്ടിൽ പോയിട്ടൊക്കെ തിരിച്ചു വരുമ്പോൾ കണ്ടിട്ടില്ല. സ്വന്തം കഴിഞ്ഞ ദിവസം ഒരു കുടുംബം പ്രശ്നം പരിഹരിക്കാൻ പോയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ ഒറ്റ കാര്യം, പക്ഷേ ഇവിടെ നിന്ന ഒരു കുഴപ്പമില്ല, ഇവിടെ വീട്ടിൽ പോയിട്ട് വരുമ്പോഴാണ് ഇവിടെ സ്വഭാവം എന്ന് പറഞ്ഞ പോലെ ചില വിശ്വാസികള് ഈ ആരാധനയെ മുടക്കി. കേട്ടോ ആന്റി അല്ല, പൊതുവെ പറഞ്ഞ ഈ ആരാധനയൊക്കെ മുടക്കി കല്യാണത്തിനും കുടുംബക്കാരുടെ ഇടയിലും നൂലുകെട്ടിനും ഒക്കെ പോയിട്ട് പിറ്റേ ആഴ്ച വരുന്ന സാക്ഷ്യം ശ്രദ്ധിച്ചോണം. അന്ന് ചിലപ്പോൾ സാക്ഷ്യമേ കാണത്തില്ല. ഈ വല്ലതും പറഞ്ഞ ആർക്കെങ്കിലും ഇട്ട് എന്റെ താങ്ങും കൊടുക്കും. ഇനി പ്രാർത്ഥനയൊക്കെ കേട്ടോണം, ഒരു കൃപയും കാണത്തില്ല. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇവിടെ മൈക്കിൽ കൂടെ ഒക്കെ പ്രാർത്ഥിച്ച ആത്മാവിൽ കൃപയിൽ പ്രാർത്ഥിച്ചതിനായി സ്തോത്രം. ചിലയിടത്തിന്റെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി ഓടാൻ തോന്നും. അങ്ങനെ ദാവീദ് ചോദിച്ചപ്പോ യുവമാര് പറഞ്ഞിരുന്നു ഭയങ്കര യുദ്ധം. ദാവീദ് ഇതും വിശ്വസിച്ചുണ്ടാ പോകുന്നു. ഇവിടെ നിന്റെ കൃപ മറ്റുള്ള ചിലർക്ക് ഈ ആരാധനയൊക്കെ കുറയുന്ന എപ്പോഴാണെന്നറിയാം, നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഭയങ്കര ആരാധനയും പ്രാർത്ഥനയൊക്കെ. അടുത്ത വീട്ടുകാരൻ ഒരു പുതിയ കാറ് വാങ്ങിച്ചാൽ അന്ന് ആരാധന പോകും. കേട്ടോ, കർത്താവേ ദുഷ്ടന്മാർക്ക് ദൈവം എല്ലാം അങ്ങ് കൊടുക്കും. ഞാൻ എൻ്റെ വണ്ടി ഒന്ന് മാറാൻ വേണ്ടി നോക്കി, ഇതുവരെ CC പോലും അടഞ്ഞ്. സ്വത്രം പറഞ്ഞ ചേട്ടന്മാർ പറഞ്ഞു ഞങ്ങൾ ഭയങ്കര യുദ്ധമാണ്, ഭയങ്കര യുദ്ധം. ദാവീദ് ചോദിച്ചു, എന്റെ മികറുണ്ട്, ഇന്ന് വരെ ഒരു യുദ്ധം ചെയ്യാം മനസ്സിൽ ഇരുന്നോട്ടെ, നീ യുദ്ധം ചെയ്യാൻ പോവുക. അവര് വാക്കുകൊണ്ട് യുദ്ധം ചെയ്തു, നീ അക്ഷരാർത്ഥത്തിൽ ജയിക്കാൻ പോവുക. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. പക്ഷെ ഇവരാരും വിചാരിച്ചില്ല ദാവീദ് പകല് വരുമെന്ന്. ഒരു ദിവസം പകല് പടക്കളത്തിൽ ദാവീദ് അപ്രതീക്ഷിതമായി വന്നു. ഇതിന്റെ ദേഷ്യമായി ഇവൻ തീർത്തത്. കേട്ടോ, സ്വത്രം പറഞ്ഞാട്ടെ. നീ ഉയരുമെന്നറിഞ്ഞുകൊണ്ട് ചിലര് നിന്നെ അപമാനിക്കുന്നു. നിന്റെ അഭിഷേകം വെളിപ്പെടാൻ സമയമായതുകൊണ്ടാ നീ താഴ്ന്നു പോകുന്നത്. സ്വത്രം പറഞ്ഞാട്ടെ. നിനക്കൊരു ദൂരയാത്ര ഉള്ളത് കൊണ്ടാ നീ ചൂരച്ചിരി തണലിൽ വന്നത്. നിന്റെ അഭിഷേകം വെളിപ്പെടാനുള്ള സമയമാ, നിന്റെ കൃപ വെളിപ്പെടാനുള്ള സമയമാ കുഞ്ഞെ. നീ മാനിക്കപ്പെടാനുള്ള സമയമാ, നിനക്കൊരു വഴി തുറക്കപ്പെടാനുള്ള സമയമാ. നീ തിരിച്ചറിഞ്ഞില്ലെങ്കിലും ശത്രുവിനത് തിരിച്ചറിയാം. നീ ഇന്നിവിടെ പെർഫോം ചെയ്യുമെന്ന് ഏലിയാവിനറിയാം. നീ ഇന്നിവിടെ മാനിക്കാൻ പോവുകയാണെന്ന്
വെളിപ്പാട് ചില ഏലിയാവുമാർക്കുണ്ട്. നീ ആരാണെന്ന് ദേശത്തിലെ അന്ധകാര ശക്തിക്ക് മനസ്സിലായി തുടങ്ങി. അതാ നീ നടന്നു പോകുമ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. നീ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോ നിനക്ക് ഉറക്കത്തൂക്കം ഉണ്ടാകുന്നതിന്റെ കാരണം നിന്റെ പ്രാർത്ഥന ഫലപ്രദമാകുമെന്ന് ശത്രുവിനറിയാം. ഈ അന്ധകാര മണ്ഡലങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കുക, ഈ അന്ധകാര മണ്ഡലങ്ങൾ നിന്നെ മാനസികമായി തകർക്കുക, ഈ അന്ധകാര മണ്ഡലങ്ങൾ നിന്റെ പ്രവൃത്തിയിൽ നിന്ന് നിന്നെ പിന്നോട്ട് ചലിപ്പിക്കുക. നെഹമ്യാവിനെതിരെ ദേവദാസന്മാരെ, നെഹമ്യാവിനെതിരെ സൻബല്ലത്തും തോബിയാവും എടുത്ത ആയുധം വാളല്ല. എനിക്കറിയത്തില്ല, ആത്മാവ് എന്നെ വേറെ നിലവാരത്തിൽ നയിക്കുക. എന്റെ വാക്കിലൂടെ അവസാനിപ്പിക്കാമെന്ന് ഇതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സൻബല്ലത്തും തോബിയാവും നെഹമ്യാവിനെതിരെ കൊണ്ടുവന്ന ആയുധം വാളും കുന്തവുമല്ല. അവരെ നിന്ദിച്ചു, അവരെ പരിഹസിച്ചു, അവരെ മാനസികമായി തകർത്ത് അവരുടെ ഉദ്യമത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകാൻ നോക്കി. ദാവീദ് പറഞ്ഞു, എന്റെ പണത്തിനെതിരെയല്ല അവരുടെ പോരാട്ടം, എന്റെ ആരോഗ്യത്തിനെതിരെയല്ല അവന്റെ പോരാട്ടം, എന്റെ പദവിയിൽ നിന്ന് എന്നെ തള്ളിയിടോ. ദൈവം എന്നെ ആക്കി വെച്ച പദവിയിൽ നിന്ന് ദൈവം എന്നെ അഭിഷേകം ചെയ്ത ഏത് സാഹചര്യമാണോ അതിനെ തകർത്തു കളയാൻ ഒരുമിച്ച് ദൈവത്തിനെ ജയമെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. നിന്നെ ഉപയോഗിക്കേണ്ട സമയമാ. ദൈവത്തിന്റെ കരങ്ങളിൽ നീ ഉപയോഗിക്കപ്പെടേണ്ട സമയമാ. മരണത്തിന്റെ ചിന്ത സഹോദരി നിന്നെ ഭരിക്കുന്നെങ്കിൽ നിനക്ക് മുൻപോട്ടൊരു ദൂരയാത്രയുണ്ട്. എല്ലാം അസ്തമിച്ചെന്ന് നിന്റെ ലാബ് റിപ്പോർട്ടുകൾ നിന്നെ കുറിച്ച് പറയട്ടെ. സ്വതന്ത്രം പറഞ്ഞാട്. മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റിയിലെ ഗ്യാസ്ട്രോ എൻട്രോളജിയിലെ ഒരു ഡോക്ടർ ചില ദിവസം മുമ്പ് എൻ്റെ ലാബ് റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഒരു അറ്റാക്ക് വരേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം പറഞ്ഞില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഒരു അറ്റാക്ക് വരുമെന്ന് പറഞ്ഞു. പുള്ളി എന്നെ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ അറ്റാക്ക് ഇപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിന്റെ ഭാവി വിലയിരുത്തുന്ന ഡോക്ടറല്ല. എനിക്കത് കേട്ടപ്പോൾ ചിരി വന്നു. എൻ്റെ ഭാര്യ എൻ്റെ അടുത്തുണ്ട്, എനിക്ക് ചിരി വന്നു. എന്താ കാര്യം എന്ന് പറയാം, ഇതുപോലെ ഒത്തിരി ഡോക്ടർമാർ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ, ജീവിക്കത്തില്ലെന്ന് പറഞ്ഞതാ, ഇനി എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞതാ. എന്നെ നടത്തുന്ന ഒരു ലാബ് റിപ്പോർട്ടിന്റെ ബലമല്ല, എന്നെ കൈപിടിച്ച ഒരുവനുണ്ട്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, എന്നെ ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധിയാ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഒരു വാക്കോടെ പറഞ്ഞ് അവസാനിപ്പിക്കും. ദൈവം തന്ന ശുശ്രൂഷ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കിടക്കരുത്. പിന്നെ എല്ലാവർക്കും തലവേദനയാണ്. കൃപയുള്ളിടത്തോളം മാത്രം ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം പറഞ്ഞാട്ടെ. എഴുന്നേറ്റ് നടക്കാൻ വയ്യ, അപ്പം പിന്നെ ഇപ്പോഴും എടുക്കുന്ന വാക്യം ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് സ്തോത്രം പറഞ്ഞാട്ടെ. 50 വയസ്സുള്ള ഒരാൾ മരിച്ചപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്ന് അനുശോചനം പറയാ. 70 ഏറെയാൽ 80, അത് ദൈവം വെച്ചിരിക്കുന്ന പ്രമാണം. അതുവരെ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കഷ്ടമാണ്. 50 വയസ്സുള്ള ആൾ മരിച്ചപ്പോൾ ഭാര്യയ്ക്ക് സമാധാനമൊക്കെ പറയാം. എടാ 10 മരിച്ചാലും ദൈവം ഏൽപ്പിച്ചത് ചെയ്തിട്ട് മരിക്കണം. ആര് കഴിഞ്ഞാൽ നിൽക്കരുതെന്നേ. ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടി അയച്ചതാ നമ്മളെ. നിൽക്കരുതെന്ന് പറഞ്ഞാൽ പോയി ചാകണമെന്നല്ല അർത്ഥം. അവസാന ശ്വാസം വരെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം ആഗ്രഹിക്കുക. സ്തോത്രം പറഞ്ഞാട്ടെ. എഴുന്നേറ്റ് നിൽക്കാൻ ത്രാണി ഉണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോണം. കിടന്നുകൊണ്ട് കർത്താവിന് വേണ്ടി ചെയ്യാന്നേ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവത്തിന് പ്രയോജനപ്പെടാൻ എപ്പോ വരെ കഴിയുമോ അത്രയും നാൾ ഈ ഭൂമി നിന്നാ മതി. നേരം സ്തോത്രമൊക്കെ ഉണ്ടായിരുന്നു, അതും കൂടെ ഞാൻ കളഞ്ഞു.
സ്വത്രം. അപ്പൊ രണ്ടാമത്തെ ക്യാരക്ടറാണ് ഒപ്രസഡ് ക്യാരക്ടർ. അവിടെ പറഞ്ഞാൽ അങ്ങ് നിർത്തുക. അടിച്ചേൽപ്പിക്കപ്പെട്ട ചില സ്വഭാവം പലരുടെ ആത്മീയ ജീവിതത്തെ അത് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മനുഷ്യൻ പറയുന്ന വാക്ക് കേട്ട് ശുശ്രൂഷ മാറ്റിവെച്ച പലരുണ്ട്. ഏലിയാവിനെ പോലെ മതിയെന്ന് പറഞ്ഞ പലരും ഇതിനകത്ത് ഇരിപ്പുണ്ട്. വിശ്വാസ ജീവിതത്തിന്റെ മാധുര്യത നഷ്ടപ്പെട്ടിട്ടും ഇപ്പൊ ആർക്കോ വേണ്ടി വന്നിരിക്കുന്ന പോലെ വന്നിരിക്കുന്നവരുണ്ട്. നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. ഒരു ചെയിന്റ് ഉണ്ട്. ദൂതന്റെ തട്ട് ഇന്ന് ഏറ്റവും നിനക്കൊരു ദൂരയാത്രയുണ്ട്. അസ്തമിച്ചു എന്ന് വിധി എഴുതിയെടുത്തുന്ന് നിനക്ക് ഇനിയും ഒരു ദൂരയാത്രയുണ്ട്. തകർന്നിട്ടില്ല, തീർന്നിട്ടില്ല. നിന്റെ ഭാവി നിശ്ചയിക്കുന്നത് ഒരു മനുഷ്യനല്ല. നിന്റെ ഭാവി നിശ്ചയിക്കുന്നത് ഒരു ലാബ് റിപ്പോർട്ട് അല്ല. നിന്റെ ഭാവി നിശ്ചയിക്കുന്നത് ഒരു സ്പെഷ്യൽ ഡോക്ടറുമല്ല. നിന്നെ കുറിച്ചുള്ള പദ്ധതി തീരാതെ നിന്റെ ആയുസ്സിന് കോട്ടം പറ്റുകയില്ല. നിന്നെ കുറിച്ചുള്ള ആയുസ് ദൈവം വച്ചിരിക്കുന്ന പദ്ധതി ആയുസ് പൂർത്തീകരിച്ചിട്ട് ദൈവം അത് നിവർത്തിച്ചിട്ട് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകത്തുള്ളൂ. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. 2 കിഡ്നിയും പ്രവർത്തനരഹിതമായിട്ട് ജീവിക്കുന്നവരെ എനിക്കറിയാം. നിങ്ങളെല്ലാം നിങ്ങൾ പറയാം ഡയാലിസിസ് ചെയ്ത്. ഒരു ഡയാലിസിസ് ചെയ്ത് ജീവിക്കുന്നവരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ദൈവത്തിന് നിന്റെ ശരീരത്തെ ഈ ഭൂമിയിൽ നിന്നെ ഇവിടെ ഉപയോഗിക്കണമെങ്കിൽ അതിന് ഇന്റേണൽ ഓർഗൻസ് ഇല്ലെങ്കിലും അവൻ നിന്റെ കാലില്ലെങ്കിലും കൈയില്ലെങ്കിലും ദൈവം നിന്നെ ഉപയോഗിക്കും. ഹാർട്ട് കംപ്ലൈന്റ് ആണെങ്കിൽ ദൈവം നിന്നെ ഉപയോഗിക്കും. കിഡ്നി വീക്ക് ആണെങ്കിൽ ദൈവം ഉപയോഗിക്കും. ഇത് വചനത്തിന്റെ തെളിവ് ഞാൻ വിളിച്ചു പറയുക. ക്രിസ്തുവിന്റെ ശക്തിയാണ് ഇത് വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ എന്റെ ഉപനിധിയാണ്. ചേർന്ന് പറയാമോ? എന്റെ ദൈവം എന്റെ ഉപനിധിയാണ്. ഞാൻ തകർന്നു പോകാൻ ഇടയാകത്തില്ല. എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. ഒരു നിമിഷം നമ്മുടെ കണ്ണ് കടയ്ക്കാം. ഞാൻ എന്റെ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിച്ചതല്ല. 1-ാം ഭാഗം ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചതേ ഉള്ളൂ. 2 പോയിന്റ് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നാൽ ഇന്ന് പകൽ ആരോടൊക്കെയുള്ള ദൈവത്തിന്റെ ദൂതായിരുന്നുവെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ആ ഭാഗത്ത് നിന്ന് സംസാരിച്ചത്. ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗ്ഗപിതാവേ, അങ്ങയുടെ വചനത്തിന്റെ ശക്തി ഞങ്ങൾ വിശ്വസിക്കുന്നു. വചനത്തിന്റെ പ്രവൃത്തി ഞങ്ങൾ വിശ്വസിക്കുന്നു. വചനത്തിന്റെ സ്ഫോടനാത്മകതയെ ഞങ്ങൾ വിശ്വസിക്കുന്നു. വചനത്തിന്റെ പ്രവൃത്തിയുടെ മണ്ഡലത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. വചനത്താ ജനത്തെ വിടുവിക്കുന്നതിനായി ബലഹീനനായ എളിവനെ കരങ്ങൾ ഉപയോഗിച്ചതിനായി തുടർന്നും ശുശ്രൂഷിപ്പാൻ ബലപ്പെടും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പ് ഒരു വിശ്വാസപൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിക്കുക. ഇന്ന് പകൽ കർത്താവിന്റെ ദാസനെ ദൈവശക്തിയോടെ നമ്മുടെ മധ്യ ഉപയോഗിച്ചല്ലോ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള ഒരു മനുഷ്യനാണ്. ഇന്ന് പകൽ 2 സ്വഭാവങ്ങളെ കുറിച്ച് ഇന്ന് പകൽ നമുക്ക് കേൾപ്പാനിടയായി. പാരമ്പര്യമായുണ്ടാകുന്ന സ്വഭാവം, 2 അടിച്ചേൽപ്പിക്കപ്പെടുന്ന സ്വഭാവം. ഒരുപക്ഷെ ചിലർ നമ്മെ നോക്കി വിളിച്ചു പറഞ്ഞേക്കാം, നാം എല്ലാം തീർന്നുപോയി, ഇനി ചില കിളിർപ്പുകൾ ഉണ്ടാകുകയില്ല, ചില വിടുതലുകൾ നടക്കുകയില്ല, ചില ദൈവപ്രവർത്തികൾ ഉണ്ടാകത്തില്ല, ഒരു വെളിച്ചം ഇനി ഉണ്ടാകത്തില്ല. പക്ഷെ ഇന്ന് പകൽ ദൈവാത്മാവ് നമ്മോട് ഇടപെടുന്നു. ചില മേഖലകൾ വിടുതലുകൾ കൈമാറാൻ കഴിവുള്ള ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇന്ന് പകൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാമോ? വിശ്വാസത്തോടെ വിളിച്ചു പറയാമോ? ഹല്ലേലൂയ. എന്റെ മേൽ ചില വിടുതലുകൾ കൈമാറാൻ, എന്റെ മേൽ ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്താൻ കഴിവുള്ള ഒരു ദൈവം എന്നോട് കൂടെയുണ്ട്. എന്റെ കുടുംബത്തോട് കൂടെയുണ്ട്. എന്റെ തലമുറയോട് കൂടെയുണ്ട്. ഈ വചനം ഇന്ന് പകൽ വിശ്വാസത്തോടെ വിളിച്ചു പറയാമോ? കരുമരവും കരുവേലവും വെട്ടിക്കളഞ്ഞാലും അതിന്റെ കുറ്റിയെങ്കിലും ശേഷിച്ചാൽ അതിനകത്ത് ചില പുതിയ കിളിർപ്പുകൾ പുറത്തു കൊണ്ടുവരുന്ന ദൈവം ഇന്ന് പകൽ ചില സ്വഭാവങ്ങളെ എടുത്തു മാറ്റി, ചില അടിച്ചേൽപ്പിക്കലുകളെ എടുത്തു മാറ്റി നമ്മുടെ കുടുംബങ്ങളുടെ തലമുറകളുടെ ഇന്ന് പകൽ ചില വാക്തത്വങ്ങളെ പുറപ്പെടുവിക്കുന്ന ഒരു ദൈവമാണ്. ഇന്ന് പകൽ അവൻ നമ്മെ തൊടുന്ന മകനാണ്. ചില വിടുതലുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന മകനാണ്. ഈ വചനത്തിന് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഈ പകൽ ശക്തിയോടെ കർത്താവിന്റെ ദാസന് നമ്മുടെ മധ്യ ഉപയോഗിച്ചല്ലോ. ഈ രാത്രിയിലും കർത്താവ് നമ്മുടെ മധ്യ ഉപയോഗിക്കുവാൻ പൂർണ്ണമായും ഭാഗ്യമായി മോശിക്കുന്ന ജനത്തെ കർത്താവ് ബലപ്പെടുത്തുവാൻ, കർത്താവിന്റെ ചെറുകടിയിൽ മറയ്ക്കുവാൻ നമ്മെല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സജീവറുകൾ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുമല്ലോ. കണ്ണുകടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാണപ്രിയനെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. അടിയങ്ങൾക്ക് നൽകിയ നല്ല പകൽക്കാലത്തിനായി നന്ദി പറയുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ സെക്ഷൻ
കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി നന്ദി പറയുകയാണ്. ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി നന്ദി പറയുന്നു. നല്ല ദൈവിക ശബ്ദങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. എലിയാവ് ഞങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണല്ലോ. എലിയാവിന്റെ പ്രാർത്ഥനയിൽ സ്വർഗത്തിലെ ദൈവമേ ആകാശങ്ങളെ അടച്ചു മഴ പെയ്യാതെ വണ്ണം അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെട്ടതുപോലെ ഞങ്ങളും എലിയാവിനെ പോലെ സാധാരണ സ്വഭാവമുള്ള മനുഷ്യരാണല്ലോ. അപ്പൊ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി ദൈവശക്തിക്കായി സ്തോത്രം. ബലഹീനായ ഞങ്ങളുടെ പ്രാർത്ഥനമേൽ ബലവാനാവുന്ന അങ്ങയുടെ കര ഈ നാളുകളിൽ വെളിപ്പെടുന്നതിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യ ഉള്ളതിനായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ, മനുഷ്യർ ഞങ്ങളെ വിധി എഴുതുമ്പോൾ കർത്താവെ ആ വിധിക്ക് അപ്പുറമായി ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം കർത്താവ് ചില അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഞങ്ങളുടെ ജനത്തിന്റെ മധ്യ അങ്ങ് അയച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുകയാണ്. കർത്താവയുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ ഞങ്ങളുടെ മറുപടി അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് ഇന്ന് പകൽക്കാലം അനേക വിഷയങ്ങളുടെ ഞങ്ങളുടെ മറുപടി അയച്ചതിനായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത മണ്ഡലങ്ങളിൽ കൂടി ഞങ്ങളുടെ ശരീരത്തിനകത്ത്, ഞങ്ങളുടെ കുടുംബത്തിനകത്ത്, ഞങ്ങളുടെ തലമുറകളുടെ മേലും കർത്താവ് ഞങ്ങളുടെ വിഷയങ്ങളുടെ മേലും ഞങ്ങളുടെ കരം ചലിപ്പിച്ചതിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുകയാണ്. അങ്ങയുടെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം അങ്ങ് വെളിപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന്റെ കരം ചലിപ്പിക്കുമാറാകണമേ. അങ്ങയുടെ മറുപടികളെ കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവജനം സംസാരിച്ച് ഞങ്ങളുടെ വലിയേറെ ഭക്തനായി നന്ദി പറയുന്നു. കർത്താവേ, വീണ്ടും അധികാരത്തോടെ രാത്രികാലം ഞങ്ങളുടെ മധ്യേ അയച്ച് കർത്താവിന്റെ മാറ്റമില്ലാത്ത ശബ്ദം കേൾപ്പിക്കുവാൻ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. പൂർണ്ണമായും ഭാഗികമായും ഉപവാസത്തോടെ ആയിരിക്കുന്ന ഞങ്ങളുടെ ജനത്തിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം തലമുറ കഴിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേക കർത്താവേ, ഞങ്ങളുടെ വലിയേറെ ഭക്തന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ടി എം കോശി പാസ്റ്ററിനായി സ്തോത്രം. കർത്താവ് ജോൺ പാസ്റ്ററിനായി സ്തോത്രം. ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ പിരിയുമ്പോഴും പിരിയാത്ത സാന്നിധ്യം കൂടിയിരിക്കണമേ. വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് കാണുവാൻ സഹായിക്കും. എല്ലാ മാനം, മഹത്വം, പുകഴ്ച, ബഹുമാനം അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമ്മെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരമുയർത്തി കർത്താവിന് 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ ധന്യമായി ഇന്ന് പകൽ അനുഗ്രഹിക്കട്ടെ. വൈകിട്ട് കൃത്യം 7 മണിക്ക് തന്നെ പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിക്കും. ഇന്ന് പകൽ കടന്നു വരുന്നവരുടെ അറിവിലേക്ക് നാളെ രാവിലെ കൃത്യം 11 മണിക്കും മീറ്റിംഗ് ആരംഭിക്കും. എല്ലാവരും പ്രാർത്ഥനയോടെ കടന്നു വരിക. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസൻ നമ്മുടെ മധ്യേ പിന്നെ ദൈവജന ശുശ്രൂഷിക്കും. വളരെ പ്രാർത്ഥനയോടെ കടന്നു വന്നാലും ദൈവം നിങ്ങൾ ധന്യമായി അനുഗ്രഹിക്കട്ടെ.